ക്യാമ്പസ് വഴിയിൽ ചിരിയുടെ കാട്ടു, കൂട്ടുകാർക്കോടെ കളിപ്പിന്റെ പാട്ടു, സ്വപ്നങ്ങൾ എല്ലാം നോട്ട്ബുക്കിൽ മറഞ്ചു, ലവിന് ചാപ്റ്റർ ആരന് തുടങ്ങൂ, ഒരു തെറ്റിൽ തുടങ്ങിയ കഥയാണോ, ഒരു ചിരിയിൽ മാറുന്ന ജീവിതമാണോ, പബ്ലിക് നാണക്കെ ഒരു നിമിഷം, പിന്നെ പബ്ലിക് റൊമാൻസ്. നമ്മുടെ കോളേജ് ലൈഫിൽ ഇത്തിരി പോകുന്നുള്ള അഭിമാനം, കൂൾ സ്ലേബിച്ച് ഇമേജ് സ്വന്തമായി നശിപ്പിച്ച് കൈത്തരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് എക്സാംസിന് സപ്ലി മേടിക്കുക, അതൊക്കെ പോട്ടെ, ഇപ്പം സപ്ലി മേടിക്കുന്നതാണല്ലോ കൂൾ വൈബ് പലർക്കും. ലെസ്ബിയൻ അലിഗേഷൻസ് അത് പിന്നെ പോട്ടെ, അതൊന്നും വിഷയമല്ല. ഇത് ക്രിഞ്ച് റീസെറ്റഡ് കോമഡി പീസ് ആവുക, പ്രൊഫസറിനെ കയറി അമ്മ എന്ന് വിളിക്കുക, ഓ അതൊക്കെ ഓൾഡ് തിങ്സ് ആണല്ലോ. ഗ്രൂപ്പ് മാറി മെസ്സേജ് ഇടുക, അങ്ങനെ പലതും. ഇതൊക്കെ ഏറ്റവും ലേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാ ക്രിസ്റ്റി, ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. യെസ്, ഞാനൊരു പുതിയ മെത്തേഡ് കണ്ടുപിടിച്ചു, റിസെക്റ്റിംഗ് എ ബോയ്. ഇതെന്റെ കഥയോ, ഹൗ ഐ ബിക്കം എൻ എംബാരസ്മെന്റ്. എല്ലാ ക്യാമ്പസിലും ഇതുപോലെ ഒരു ക്ലാസ് ഉണ്ടാവും. ഒരുപാട് നിറസൗഹൃദങ്ങളുടെയും പ്രണയത്തിൻ്റെയും ഒത്തൊരുമയുടെയും എല്ലാം കഥകൾ പറയുന്നില്ല. എന്നാ കേട്ടോ, ഇത് അങ്ങനെയുള്ള ക്ലാസ് ഒന്നുമല്ല. ചുറ്റിനും പാമ്പുകളാ ആസ് യൂഷ്വൽ. എന്താന്ന് പറഞ്ഞൂടാ, എല്ലാ പ്രാവശ്യം ഞാൻ ചൂസ് ചെയ്യുന്ന ക്ലാസ്സുകൾ മാത്രം ഒട്ട പടലം മൂഞ്ചും. അതിലെനിക്ക് പിന്നെ പ്രത്യേക കഴിവുണ്ടല്ലോ. ദേടി ക്രിസ്റ്റി വരുന്നുണ്ട്. മക്കളെ, എനിക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് പറയാനുണ്ട്. ഓ, എന്തോ ആടി പേടിപ്പിച്ചല്ലോ. എന്താണാവോ ബ്രേക്കിംഗ് ന്യൂസ്? എന്തോ ആടി മുഖത്തൊക്കെ വാരിപ്പൂശിയേക്കുന്നേ? നീ ഒന്ന് അവിടെ ഇരുന്നേ. ക്യാൻറ്റീൻ പോയല്ലേ? ആ പബ്സിന്റെ പൊടി തൂത്തുകളാം, എന്നിട്ട് പറ നിന്റെ ബ്രേക്കിംഗ് ന്യൂസ് എന്താന്ന്. വേറെന്താവാനാ, അവളുടെ എക്സ് മെസ്സേജ് അയച്ചതാണോ? അതാവും ഇവളുടെ ബ്രേക്കിംഗ് ന്യൂസ്. ചുമ്മാ ഇല്ലടി, അതൊന്നുമല്ല, എനിക്കെൻ്റെ കൊച്ചിൻ്റെ അടുത്താ പറയാനുള്ളത്. ഓ, ഇപ്പൊ അങ്ങനെ ആയല്ലോ അല്ലേ? എനിക്കൊന്നും വേണ്ട ഇനി നിന്റെ ഉമ്മയൊന്നും. എൻ്റെ ഭഗവാനെ, വൈകി ഇനി കുറച്ച് നേരമൊന്നും മിണ്ടാതിരി. നീ എന്താന്ന് വെച്ച കാര്യം പറ കൂട്ടാ. ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കേട്ടാ നിങ്ങൾ ഞെട്ടും. ഞെട്ടണോ വേണ്ടയോന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഇപ്പൊ ക്ലാസ് തുടങ്ങും. നമ്മുടെ ക്രിസ്റ്റിക്ക്, നമ്മുടെ ക്രിസ്റ്റിയാ? അല്ല, ക്ലാസ്സിലെ ക്രിസ്റ്റി. ഓക്കെ, ആ, നമ്മുടെ ക്ലാസ്സിലെ ക്രിസ്റ്റിക്ക് നിന്നെ ഇഷ്ടവാ. അയ്യോ, ഇതിന് മാത്രം ചിരിക്കാനുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യോ, എന്റെ പൊന്നു കൊച്ചിനെ ചിരിപ്പിക്കാതെ ആ മനുഷ്യ കുഞ്ഞിനോട് പോലും സംസാരിക്കാത്ത അവനാണോ എന്നോട് ഇഷ്ടം? വംശി, എക്സാക്ട്ലി, നീ പറഞ്ഞത് കറക്റ്റാ. ഗായ്സ്, അവൻ ആകെ സംസാരിക്കുന്ന സ്ത്രീ കാറ്റഗറിയിൽ പെടുന്നത് നമ്മുടെ പ്രൊഫസർ, പിന്നെ ആ ലൈബ്രറി ചേച്ചി, പിന്നെ അയ്യോ ആ കോളേജിൽ നിന്ന് പുറത്തുള്ള സ്ട്രീറ്റ് കാറ്റ് ഇല്ലേ, അതും, പിന്നെ നീയും. ഫോർ യുവർ ഇൻഫോർമേഷൻ, ആ പൂച്ച ഒരു പുരുഷനാ. നോ വേ, അതൊരു സ്ത്രീയാ. പുരുഷനാ? അല്ലടി, സ്ത്രീയാ. പുരുഷനാന്ന് പറഞ്ഞില്ലേ? രണ്ടാളൊന്നും നിർത്തോ? കച്ചറ പെണ്ണുങ്ങൾ മാത്രമേ അലമ്പാക്കല്ലേ ഗായ്സ്. സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയാൻ രണ്ടാളും അതിനെ പിടിച്ച് പൊക്കിയൊന്നും നോക്കിയിട്ടില്ലല്ലോ. ആക്ച്വലി ഞാൻ ഒരു വട്ടം നോക്കിയായിരുന്നു. ചുമ്മാ അങ്ങനെ പോയ സമയത്ത് പൊക്കാൻ തോന്നി, പൊക്കി നോക്കി. ഈ നിന്റെ അടുത്ത്
നോക്ക്, പൂച്ചയുടെ അഭിമാന ചാരിത്രമല്ല നമ്മുടെ വിഷയം. നീ പറ വംശേ. യെസ്, പറ. സ്ത്രീ ആയ നിന്നോട് അവൻ എന്തുകൊണ്ട് മിണ്ടി? ഞാനിപ്പോ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് നിന്റെ പ്രശ്നം. എടി, അവൻ എന്നോടൊരു പെന്നാ ചോദിച്ചേ. ക്രിസ്റ്റിയുടെ കേസിൽ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു ഫോർപ്ലേക്ക് തുല്യ. ഐഷ്, എന്തുവാ പെണ്ണെ നിനക്ക്? എന്തേ, നീ കേട്ടിട്ടില്ല ഫോർപ്ലേ എന്ന്? നീ ഓവർ പഞ്ചഭാഗം കളിക്കല്ലേ, അത് ഞങ്ങളെ മുന്നില് ഫോർപ്ലേയാ. ഇടിപ്പിള്ള നീ ഒന്ന് സൗണ്ട് കുറച്ച് സംസാരിക്കും, നാട്ടുകാർ മൊത്തം കേൾക്കും. ഇക്കണക്കിന് പോവുകയാണെങ്കിൽ തെറാപ്പിയുടെ നല്ല ആവശ്യമുണ്ട് നിനക്ക്. ബുക്കും എല്ലാം ചെയ്യണോടി ഞാൻ. ഗേൾ ലിസൺ, ഇന്നലെ ലാബിന്റെ സമയം അവൻ എന്നോട് ചോദിച്ചു നീ എവിടെയാന്ന്. ലോർഡ് ക്രിസ്റ്റി, നീ എവിടെയാന്ന് ചോദിച്ചു. കാരണം അവന്റെ റെക്കോർഡ് എന്റെ കയ്യിലാ. ഓ, റെക്കോർഡ് കൈമാറ്റം വരെയൊക്കെ ആയല്ലേ. എടി, നീ ഓവർ കിടന്ന് കളിക്കല്ലേ. എടി പൊട്ടി, ടീച്ചർ എല്ലാവരും റെക്കോർഡും എന്റെ കയ്യിലാ തന്നെ. ഓക്കെ വാട്ടവർ. അതുപോലെ തന്നെ ഇന്ന് മോർണിംഗ് ക്ലിയർലി പറഞ്ഞ 5 സെക്കൻഡ് അവൻ നിന്നെ നോക്കി നിന്നു. അവന്റെ കണ്ണ് വല്ലതും ഫ്രോസ് ആയി കാണും. അല്ല, ഈ കണ്ട ബോധോദയൊക്കെ നോക്കിയത് എവിടുന്ന് വന്ന്? ആക്ച്വലി ഞാൻ ക്യാൻറ്റീനിൽ പബ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ കൂടെ ഇതൊക്കെ പോയി. എല്ലാം കണക്ട് ചെയ്ത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ നിന്നെ ഇന്ന് പ്രപ്പോസ് ചെയ്യും. അതിനുള്ള പ്ലാനിങ്ങിൽ അവൻ ഉണ്ടയാ. ഇത്രയും കാലം നാട്ടുകാരും കുറ്റം പറഞ്ഞ് അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നടന്ന. ഇപ്പൊ നിനക്ക് ആരും കിട്ടാത്തോണ്ടാണോ എന്റെ വണ്ടിക്കിട്ട് കയറുന്നേ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. മുഖ്യ മൂളും എണ്ണി പെറുക്കിയിട്ട് മുത്ത് കൊഴിയണ പോലെ സംസാരിക്കുന്നവനവൻ. അവനാ നീ വന്നോ, നിന്നോ, തിന്നോ, കുടിച്ചോ, കിടന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് വയ്യേടി, ഇതൊക്കെ വെച്ചിട്ടാണോ അവൻ എന്നോട് ഇഷ്ടാന്നൊക്കെ നീ പറയുന്നേ? ഇത് വല്ല അവൻ കേട്ടാ അവൻ ചങ്ക് പൊട്ടി വീഴും. എനിക്ക് മാധു പറയുന്നതൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. നിനക്കും പകർന്നുകൂടി ഇവളുടെ വട്ട്. ആക്ച്വലി ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടു. അതെങ്ങനെ മറന്നുപോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ കാര്യം എന്താന്ന് പറ. അത് പിന്നെ ക്രിസ്റ്റിക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള ആരോടോ ഇഷ്ടമാണെന്നൊക്കെ ഒരു ചെറിയ റൂമറൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യം അറിഞ്ഞിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്? എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഇത് ഇവള് കേട്ടിട്ടുണ്ട്. അത് കേട്ടിട്ടാവും എല്ലാം കൂടി കണക്ട് ചെയ്ത് ഇവള് ഒപ്പിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഇത് പെണ്ണെ, അവൻ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് നമ്മുടെ ക്ലാസ്സിൽ ആരും ആവാം, ഇൻക്ലൂഡിങ് നീയും ആവാം. പോടി, കൊതിപ്പിക്കാതെ. ഒരു തനി നാടൻ അച്ചായനെ സ്നേഹിക്കാന്നുള്ളതിൻ്റെ ഡാർക്ക് ഡിസൈൻ്റെ മുന്നിലേക്കാ നീ ഇത് വെച്ച് തരുന്നത്. നിനക്ക് എത്ര ഡിസയർ ഉണ്ട്? എന്നോട് വരാം, ഞാൻ തീർത്ത് തരാം. ഞാനുള്ളപ്പോൾ നിനക്ക് എന്തിനാ പോന്നെ വേറെ അച്ചായനൊക്കെ? ഇപ്പം തൽക്കാലം ഞാൻ ഇവളുടെ കാര്യം തീർക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. കാത്തിരിക്കാം. അവള് വരുന്ന സൈഡല്ലേ, നീയല്ലേ എൻ്റെ മീന്. ഈ ദേശത്തിന് ചുവന്ന് തൊടുത്ത കവള് കാണാൻ ഇത് ഭംഗിയാ കൊച്ചെ. കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്. വിത്ത് പെർമിഷൻ ഒരു കടി ഞാൻ അങ്ങോട്ട് തന്നോട്ടെ? നീ കടിക്കണ്ട, ഞാൻ കടിച്ചോളാം. കാട്ടുപോയതായോ എന്റെ കയ്യ. എന്നാലും ഞാൻ ആലോചിക്കാം, എന്താ നമ്മുടെ കോളേജിൽ മാത്രം ഒരു പ്രോപ്പർ ക്യാൻറ്റീൻ ഇല്ലാത്ത? ഞാൻ മൂവിയിലൊന്ന് കണ്ടതുപോലെയേ അല്ല കോളേജ് ലൈഫ്. അത് പിന്നെ അങ്ങനെയല്ല വരൂ. ഉണ്ടായിരുന്ന ക്യാൻറ്റീൻ ആണെങ്കിൽ പണ്ടേ സീനിയേഴ്സ് തല്ലി പൊട്ടിച്ചു. ഇനി എന്ത് ധൈര്യത്തിലാ ഇവര് വേറെ ക്യാൻറ്റീൻ ഉണ്ടാക്കുക? പണ്ടെങ്ങാനും ഇവിടെ പഠിച്ചൊരു പല തോന്നിയാസം കാട്ടിന്ന് കരുതി നമ്മൾ എന്തിനാ ഇതിന്റെ സൈഡ് എഫക്റ്റും കൊണ്ട് നടക്കണേ? ഇപ്പോഴാണെ തട്ടിക്കൂട്ടി സെറ്റപ്പിൽ ഒരു ക്യാൻറ്റീനെങ്കിലും ഉണ്ട്. ഇനി അവർ ഇതും കൂടി വേണ്ടാന്ന് വെച്ചാ നെഗടിക്കല്ലേടി. ഇതും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയാവുമല്ലോ. ഉച്ചയ്ക്ക് ഇവർക്ക് ചോറാക്കി കൂടെ? ഏത് കോളേജിലെ ക്യാൻറ്റീൻ ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കുന്നേ? ഓഫ്, ഇവളുടെ കഴിപ്പ് കാരണം എനിക്ക് തോന്നുന്നത് മിക്കവാറും കുട്ടികൾക്ക് ഫുഡ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ക്യാൻറ്റീൻ അവർ പൂട്ടിക്കുന്നാ തോന്നുന്നത്. എനിക്കിട്ടെന്താ കുത്താത്തേന്ന് നോക്കിയിരിക്കുമായിരുന്നു ഞാൻ. രണ്ടിനും എന്നെ പറഞ്ഞിട്ടെങ്കിൽ പിന്നെ ഉറക്കം വരത്തില്ലല്ലോ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ബേബി അതിന്. നിന്നെയല്ല ഇവളെയാ ഞാൻ പറഞ്ഞേ. അപ്പൊ രണ്ടെന്ന് പറഞ്ഞതോ? ഞാൻ അറിയാതെ ഏതാ നിനക്ക് രണ്ടാമത് ആളല്ലേ? ഓ, അവിഹിതം. അത് ഞാൻ വെച്ച് ഉറപ്പിക്കത്തില്ല.
എൻ്റെ പോലെ സമന്ത ആൻഡ് റേച്ചൽ, നിങ്ങളിങ്ങനെ തുടങ്ങാതെ. സമന്താവൻ റേച്ചലോ? ആ നീ സന്യാസിയുടെ തപസ് മുടക്കിയേ അടങ്ങൂ എന്ന് പറഞ്ഞ് നിൽക്കുക അല്ലേ? നോക്കിക്കേ, ക്രിസ്റ്റി വരുന്നുണ്ട്. എങ്ങോട്ടേക്കാ? അതിനെന്താടി നീ പതിഞ്ഞ് സംസാരിക്കണേ? നമ്മുടെ അടുത്തേക്ക് തന്നെയാടി. ഉറപ്പിച്ചോ? അവൻ പ്രപ്പോസ് ചെയ്യാൻ വരുവാ. എന്താടി നിനക്ക് വയ്യേ? എടി എനിക്കും തോന്നുന്നുണ്ട് നിനക്കും പകർച്ചബാധയാണല്ലോ ഇവളുടെ. നീ എന്താ പറയാൻ പോണേ? യെസ് ആണോ നോ ആണോ? ടെൻഷൻ ആക്കല്ലേടി, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പതുക്കെ സംസാരിക്കണേ? മൂവീസിലൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കാം. പരട്ട കണ്ട മൂവീസ് കണ്ടോളൂ. അയ്യോ അടുത്തെത്താറായി. എടി നമുക്ക് ധൈര്യമായിരിക്കും. നീ ചാടിക്കയറി യെസ് ഒന്നും പറഞ്ഞ വില കളയല്ലേ. ഒന്ന് കോൾപ്പിച്ചാകാൻ നീ നൈസായി നോ പറ. കാണാൻ നല്ല സ്ലേ ആയിരിക്കും. സ്ലേ എന്നെ നാളെ നീ ആരാ? സ്ലേ ക്യൂൻ പോടി. എന്താ പെണ്ണിന്റെ നാണം? എന്റെ പൊന്നെ നീ മിണ്ടാതിരി. ഗൈസ് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തോ. എന്താ ക്രിസ്റ്റി? നീ മിണ്ടല്ലേ? വംശിക, ഇവളപ്പോഴേക്ക് മതവും മാറിയോ? ചാഞ്ചാട്ടം ഉണ്ട്. മിണ്ടാതിരി, പറയുന്ന കേക്കട്ടെ. അതിനവർ 1 കിലോമീറ്റർ അപ്പുറം ഒന്നല്ലല്ലോ നിൽക്കുന്നത്, നിന്റെ മുന്നിൽ തന്നെയല്ലേ ഉള്ളേ. ഇനി നീ വാ തുറന്ന അമ്മച്ചിയാണോ ഞാൻ ഒന്ന് നോക്കൂ. ഇപ്പോഴോ? പറയാതെ മാറി. ഞാൻ വേറെ ആർക്കെങ്കിലും പോയി ഉമ്മ കൊടുക്കും. ഞാനൊന്നും മിണ്ടുന്നില്ല. അയ്യോ എൻ്റെ കൈയും കാലും എന്തൊക്കെയാണ് വരയ്ക്കുന്നേ. വംശി ബി കൂൾ. നിന്റെ പതർച്ച അവന് മനസ്സിലാവരുത്. നീ നൈസായിട്ട് അങ്ങ് റിജക്റ്റ് ആക്കിയേക്ക. അങ്ങനെയാണല്ലോ മൂവീസിലൊക്കെ ഹീറോയിൻസ്. ഷോ ഈ മൊമെന്റ് കല്ലിലൊക്കെ കുത്തി വെക്കണം. ആരും കുത്തിയില്ലെങ്കിൽ എന്നാ ഞാൻ തന്നെ പോയി കുത്തിക്കോളാം. വംശിക, യെസ് ക്രിസ്റ്റി, പറയാനുള്ളത് ധൈര്യമായിട്ട് പറയൂ. പറയടാ പറ നീ. ഷോ എല്ലാരും എന്നെ തന്നെയാണല്ലോ ഈ നോക്കുന്നേ. സ്ലേ. എന്റെ ഭഗവാനെ, ഇവളിതെന്ത് കോപ്രായവാ കാട്ടുന്നേ? നീ എന്തൊന്നും പറയാത്തേ? ഞാൻ മിണ്ടിയാ നീ വേറെ ആരെങ്കിലും പോയി ഉമ്മ കൊടുക്കത്തില്ലേ? എന്ത് നല്ല അനുസരണ. ഇതിങ്ങനെ തന്നെ തുടരണേ. വംശി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ക്രിസ്റ്റി. അമ്മച്ചി, എന്റെ സെൻസ് എന്താ ഇപ്പൊ വാണിങ് അടിക്കുന്നേ? ക്രിസ്റ്റി, എനിക്കറിയാം നീ വളരെ നല്ല മനസ്സിനുടമയാണെന്ന്. ഇവളെന്തൂട്ടാ ഇങ്ങനെ സംസാരിക്കുന്നേ? സ്ലേ. ഈശ്വര, പ്രായത്തിന്റെ ചാപല്യം കാരണം നമുക്ക് പലതും തോന്നും. മനുഷ്യരല്ലേ നമ്മൾ. നിനക്ക് തോന്നുന്ന ഈ വികാരത്തിന് തെറ്റു പറയാൻ സാധിക്കില്ല. വളരെ സുന്ദരിയായൊരു കൊച്ച്, ആരും കണ്ടാൽ നോക്കി നിൽക്കാൻ തോന്നുന്ന തരത്തിലുള്ള സൗന്ദര്യം. സൗന്ദര്യം ഒരു ശാപമാണോ ക്രിസ്റ്റി? പറയൂ, ശാപമാണോ? ഇവൾ ആരുടെ കാര്യം പറയുന്നേ? വേറെ ആരുടെ? ആ ഭൂലോക രമ്പയുടെ തന്നെ. നീ എന്റെ കൂടെ ഒന്ന് വന്നേ, നമുക്കേ ആ സൈഡിലോട്ട് മാറി നിൽക്കാം. ക്രിസ്റ്റി, ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലടാ. സോറി. എൻ്റെ റിപ്ലൈ മണിക്കുട്ടി പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി. നോ. നോ ആണ്. ഇപ്പോൾ ഒരു റിലേഷനിലൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഐക്കോണിക് ലൈനോട് പറഞ്ഞാലോ? നിനക്ക് എന്നേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടും ക്രിസ്റ്റി. കിട്ടൂലടാ. എന്നേക്കാൾ നല്ലൊരു കൊച്ച് അവൻ എങ്ങനെ കിട്ടാനാ? പോ ബോയ്. സുഭാഷ്. സ്ലേ. എന്താ ഒരു പബ്ലിക് റിജക്ഷൻ അല്ലേ കാണുന്നേ? അതും ക്രിസ്റ്റിക്ക്? അല്ല, അതിന് ഇവൻ അവളെ ഇഷ്ടമായിരുന്നോ? വംശിക, നിനക്ക് റോങ് സിഗ്നൽസ് തന്നുപോയി, ഞാൻ പോലും അറിയാതെ. എന്ത് സിഗ്നല്? റോങ് സിഗ്നൽ. വിഷമിക്കണ്ട, ഇതൊക്കെ ലൈഫിന്റെ ഒരു പാട്ടല്ലേ. വംശിക, ഞാൻ വന്ന ടീച്ചറെ കറക്റ്റ് ചെയ്ത എന്റെ റെക്കോർഡ് നിന്റെ കയ്യിലുണ്ടോന്ന് അറിയാനോ? ചിരിക്കല്ലേടാ. അവൻ പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ റിജക്ഷൻ അടിച്ച് ഉപ്പിട്ട് കൊടുത്തു. ഓ മൈ ഗോഡ്. ഇപ്പൊ ഇവരെ കാണുമ്പോ എനിക്ക് തോന്നുന്നേ ക്രിസ്റ്റി വാമനനും വംശി മഹാബലിയുമായ. എല്ലാരും നോക്കുന്നുണ്ട്. നാണം കെട്ട്. നീ ഒരു കുഴി വെച്ചേ പെട്ടെന്ന്. സോറി, ടൂൾസ് എടുത്തില്ല. കുഴി നിനക്കല്ല, അവക്കാ വേണ്ടേ.
വലിയ നീളത്തിലുള്ള നെയിൽസ് വളർത്തിയിട്ടുണ്ടല്ലോ, കുഴി കുഴിക്ക് അങ്ങോട്ട്. ആർ യു സീരിയസ്? പറ്റുവാണെങ്കിൽ മതി. നിനക്കുള്ളത് ഞാൻ പിന്നെ തരാട്ടാ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ നിനക്ക് തന്നേനെ. നീ എന്താ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നതാന്ന് കരുതിയോ? എന്നാ അതിനല്ല വന്നത്. റെക്കോർഡ് കയ്യിലുണ്ടെങ്കിൽ തിരിച്ചുതാ. ഗ്രൂപ്പിലിട്ടോടാ. എപ്പോഴേ ഇപ്പൊ മീൻ മേടിച്ച് ചെയ്തോണ്ടിരിക്കുക. പോകുന്നതിന് മുന്നേ 2 പിക്കും കൂടി എടുക്കട്ടെ. വേഗം ആയിക്കോട്ടെ. ഇതാ ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ. എന്താ ഇപ്പൊ നടന്നേ? അയ്യേ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? പച്ചയ്ക്ക് ഞാൻ നിന്നെ തെറി പിടിക്കണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിന്നോ. വംശി മോളെ, മിണ്ടാതിരുന്നോളാം. നിന്നെ തല്ലി കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അവിടെ ഉറക്കം വരെ കണ്ടുപിടുത്തം. അത് കാരണം മനുഷ്യനാണം കിട്ടും. അവൻ എന്തെങ്കിലും ചോദിക്കാനുള്ള ഒരു ചാൻസ് നീ കൊടുത്തോ? അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ചാടിക്കയറി നിന്നോട് ആരും ഇതൊക്കെ പറയാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? അറിയാടി എനിക്ക് നീ ലാസ്റ്റ് കാലുമായിരുന്നു. അയ്യോ, എനിക്ക് കോളേജ് മാറണം. അയ്യേ, ഇത്ര ചെറിയ കാര്യത്തിനോ? ഇതൊന്നും ആരും ഓർത്തിരിക്കാനൊന്നും പോകുന്നില്ല. എല്ലാവരും മറന്നോളൂ. ഗൈസ് ഒരു തിരുത്തുണ്ട്. ഏതാണെന്ന് നോക്കിയേ. ന്യൂ മൂവി റിലീസ്, 3 റിജക്ഷൻ, ഒരു റെക്കോർഡ് പ്രണയകഥ. വംശിക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയുന്നതിന് മുന്നേ എന്നെ റിജക്ട് ചെയ്ത് വിട്ടേക്കല്ലേ. എടാ കുരിപ്പേ, കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിൽ നീ ഇവിടുന്ന് പൊക്കോ. ഓരോരുത്തന്മാർ വന്നോളും. ഇതിപ്പോൾ 2-3 ദിവസം കാണും, അത് കഴിഞ്ഞാൽ എല്ലാവരും മറന്നോളും. ഇന്നിപ്പോൾ നിന്റെ കാര്യം, നാളെ ഇപ്പോൾ വേറെ വല്ലതും കിട്ടും, അപ്പം ഇത് മാറിക്കോളും. അയ്യോ, കണ്ണടയ്ക്കുമ്പോഴൊക്കെ പോപ്പ് മെസ്സേജ് മാതിരി ആ സീന് വന്നോണ്ടിരിക്കുക. കുറച്ച് നേരത്തേക്ക് നീ കണ്ണ് തുറന്നു വെച്ചേ. അടയ്ക്കാൻ വല്ലതും തോന്നുമ്പോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പിടിച്ച് സഹായിക്കാം. മോളെ, നിന്നെ ഞാനേ ഈ ബിൽഡിംഗ് നിന്ന് എടുത്തെറിയും. നേരെ നീ ചന്ദ്രനിൽ പോയി കിടക്കും. റോക്കറ്റ് ഇല്ലാതെ നിനക്ക് ചന്ദ്രനിൽ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ ആക്ച്വലി നമുക്കിതൊരു ബിസിനസ് നോക്കാം. ബെസ്റ്റ്. നീ രാവിലെ ചായക്ക് വരെ റബ്ബർ പാല് വല്ലതാണോ കുടിക്കുന്നത്? എന്തിനും ഉത്തരം ഉണ്ടല്ലോ. റബ്ബർ പാല്? അയ്യോ മേഡം, എനിക്ക് ഉത്തരം വേണ്ട. എന്ത് ചോദിച്ചാലും ഫോർവേഡ് മെസ്സേജ് ആയിട്ട് ലോഡ് കണക്കിന് അടിച്ചു വെച്ചിട്ടുണ്ട് കുരിപ്പ്. എന്നാലും ഒരു നോട്ട്ബുക്കിന്റെ പേരിലല്ല ഞാൻ റിജക്ട് ചെയ്ത് വിട്ടെ. ഇതിനു മുന്നേ ഒരുപാട് വട്ടം നാണം കിട്ടിയിട്ടുണ്ട്. ശീലമാ. പക്ഷെ എങ്ങനെ നാണം കിട്ടുന്ന ആദ്യമായിട്ടാ. എൻ്റെ പപ്പ ഇതറിഞ്ഞാലുണ്ടല്ലോ. റെക്കോർഡാണ്, നോട്ട്ബുക്ക് അല്ല. ചെറിയ കറക്ഷൻ. ഇവളുടെ അമ്മ വേണ്ട, അപ്പം വേറെ സ്ഥലത്തേക്ക് പെർമനന്റ് വിസയൊക്കെ കിട്ടിയിട്ട് അവിടെ നിൽക്കുമല്ലേ. വെറുതെ എന്തിനാ ഇതിൻ്റെ പേരിലൊക്കെ അവരെ വിളിച്ചു വരുത്തുന്നേ? ക്രിസ്റ്റി ആയിട്ട് ആരോടും പറഞ്ഞു നടക്കേണ്ട ആവശ്യം വന്നില്ല. ഈ കോളേജിൽ ആ പട്ടിക്കുഞ്ഞ് പോലും ഈ സംഭവം അറിഞ്ഞിട്ടുണ്ട്. എന്തിനാ ചേച്ചി പാവത്തിന് റിജക്റ്റ് ആക്കിയേ? പാവം പാവം പയ്യൻ. നീ അറിഞ്ഞോടാ ഇവള് മറ്റേ റിജക്റ്റ് ആക്കിന്ന്? എപ്പോ? കുറച്ചു മുന്നേ നീ കണ്ടില്ല? എനിക്ക് എൻ്റെ ഓരോ പോയിന്റ്സ് 1000 കിടന്ന ഞാനാ ഇപ്പം -1000 ആയി. കടയിൽ വല്ലതും കിട്ടുന്ന സാധനമായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് മേടിച്ചു കൊണ്ടുതരായിരുന്നു. ഇതിപ്പം ഞാനാ ക്രിസ്റ്റിയുടെ കാര്യം ആലോചിക്കുന്നത്. പാവം ചെക്കൻ ഐസ് എടുത്ത് ചൂടുവെള്ളത്തിലിട്ട പോലെ ആയിപ്പോയാൽ. ഓ, നിനക്കപ്പം അവൻ്റെ കാര്യം ആലോചിച്ചിട്ടാല്ലേടി സങ്കടം? നിനക്ക് എന്നെ കണ്ടിട്ട് പാവാൻ തോന്നില്ലേടി? ഞാൻ ഇവിടെ കിടന്ന് വിഷമിക്കുന്നൊന്നും നിനക്ക് കാണുന്നില്ലേ? നാണം കേട്ടത് മൊത്തം ഞാനാ. അവൻ നാണം കേട്ടിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ കൂടുതൽ നാണം കേട്ടത് ഞാൻ തന്നെയാ. പോടി, പോയി അവരെ പോയി സമാധാനിപ്പിക്കേ. പൊടി പോ. ഞാനാണിലിട്ടാപ്പി കുട്ടിച്ചാത്തല്ലുട്ടാപ്പി, കടുവകളും തിടുവകളും എന്നെ കണ്ടാൽ പേടിക്കും. മൈൻഡില്ലല്ലോ. രമേശ് നോക്കി മുറ്റത്തിന് മൈന. ഓ, എന്തുവാ ഇത്? നിനക്ക് വയ്യേ? അത് പിന്നെ നീ മൈൻഡ് ആക്കാതിരിക്കുമ്പോ ഞാൻ പിന്നെ അത് ചെയ്യണോ? നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചായി ചായി. ഓ, എന്തുവാ ഇനി? നിന്റെ കണ്ണിനത് കുരുവാണോ? എന്റെ കയ്യിൽ ഈ 2 ചൂടുള്ള ചായ നീ കാണുന്നില്ലേ? വേണ്ടടാ, പിടിച്ചു നിന്റെ ചായ. ഇന്ന് നിനക്ക് റിജക്ഷനൊക്കെ കിട്ടിയതല്ലേ? അതിന്റെ സ്മാരകമായിട്ട് ഞാൻ മിക്സിയിൽ അടിച്ച് പതപ്പിച്ചുണ്ടാക്കിയ ഫെവിക്കോൾ ടൈപ്പുള്ള ചായയാണിത്. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എനിക്ക് മാത്രമേ അറിയുള്ളൂ. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. ഓ, ചായ നിന്നെ പോലെ തന്നെ ഉണ്ട്. അതെന്താടാ ചായക്ക് എന്നെ പോലെ കണ്ടുപോക്കുണ്ടോ? അല്ലടാ, അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് നീ ചമ്മി നാറി നാണം കേട്ട് അവിഞ്ഞ അലമ്പായി. അയ്യോ, തകർന്നു പോയത് എന്റെ ഈ ചങ്ക. ഞാൻ അവിടെ ഇല്ലാണ്ടായി. ഞാൻ തകർന്ന് വീണുപോയി.
കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാന്ന് കരുതിയിട്ടേ നീ അതെന്റെ മൂട്ടിലിട്ട് പൊട്ടിക്കണ്ട കേട്ടാ. അവന്റെ ഒരു അവക്കെന്തോ അബദ്ധം പറ്റിയതാ തോന്നുന്നു. എന്താന്നൊന്നും അറിയത്തില്ലല്ലോ. നീ ഇവിടെ എങ്ങനെ ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ് എന്ന് പറഞ്ഞ് കുത്തിയിരുന്നോ? ഒന്നും ചെയ്യാതെ നാണം കെട്ട നിന്റെ പേരിൽ വരെ മീമിട്ട് തുടങ്ങിയിരിക്കുന്നത്. വംശിയുടെ പിന്നെ പോട്ടെ വെക്കാം, അവളായിട്ടായിരുന്നു വാങ്ങിയതാന്ന് വിചാരിക്കാം. പക്ഷെ ഒന്നിലും പെടാതെ നിന്നെ എങ്ങനെ പിടിച്ചിട്ടോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പറയടാ പറ. നിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് പാവം തോന്നുന്നു. നിനക്ക് തോന്നും നീ മനസ്സ് കിടന്ന് ചിരിക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോനെ. ആ അതൊക്കെ പോട്ടെ. ഞാനാണ് ഈ വംശിയുടെ കാര്യം ആലോചിക്കുന്നത്. അവൾ ഇനി നാളെ കോളേജിൽ എങ്ങനെ വരാനാ? മിക്കവാറും അവൾ ലീവ് എടുക്കുന്നാ തോന്നുന്നേ. നീ അവളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരുപാട് അങ്ങ് വിഷമിക്കണ്ട. അവൾ സാധാ പോലെ നടന്നു വന്നോളൂ. നീ വരുന്നുണ്ടോ? ഞാനൊരു ചായ കുടിക്കാൻ പോവാ. അല്ലടാ, അപ്പൊ ഞാനുണ്ടാക്കി വെച്ച ചായയോ? ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മിക്സിയിൽ അടിച്ചു വെച്ചല്ലേ. മിക്സിയിൽ അടിച്ച പതപ്പിച്ച ചായ നീ തന്നെ അങ്ങോട്ട് കുടിച്ചാൽ മതി. അത് കണ്ടാൽ തന്നെ അറിയാം ഡിറ്റർജന്റോണ്ട് പതപ്പിച്ച് വെച്ചാന്ന്. കൊടുക്കാത്ത ടേസ്റ്റും. എടായേ നീ ഓവർ പറയണ്ട, എനിക്ക് അവസരമൊക്കെ കിട്ടും. തെറ്റു പറയാൻ സാധിക്കില്ല. വളരെ സുന്ദരിയായ ഒരു കൊച്ച്, ആരും കണ്ടാൽ നോക്കി നിൽക്കാൻ തോന്നുന്ന തരത്തിലുള്ള സൗന്ദര്യം. സൗന്ദര്യം ഒരു ശാപമാണോ ക്രിസ്റ്റി? പറയൂ, ശാപമാണോ? വാട്സ്ആപ്പ് മൈ ഡിയർ അമ്മിണി തങ്കോ. പപ്പേ, പപ്പയുടെ മോള് നാണം കെട്ട്. ഇനിയെങ്ങും ഞാൻ ആ കോളേജിൽ പോകത്തില്ല. എന്നെ അവിടുന്ന് മാറ്റിയേക്ക്. കൊച്ചേ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കട്ടോ. നീ ഒറ്റ ഒരുത്തിയുടെ വാശി കാരണം ഞാൻ ആ കോളേജിൽ തന്നെ നിന്നെ കൊണ്ട് ചേർത്തിയേ. എന്തോരം കഷ്ടപ്പെട്ടിട്ടാ അവിടെ കിട്ടിയെന്നറിയോ? നീ കാല് കുത്തണ്ട. നീ തുള്ളിയിട്ടാണെങ്കിൽ ആ കോളേജിൽ തന്നെ പോയാ മതി. എന്താ പപ്പയ്ക്ക് എന്റെ ഈ ഒരു വാശി കൂടി സമ്മതിച്ചു തന്നൂടെ? പപ്പയ്ക്ക് എന്തായാലും ഞാൻ ഒരൊറ്റ മോളല്ലേ ഉള്ളൂ. അത് തന്നെയാ എന്റെ വിഷമം. ആരോട് പറയാ? ആ എന്റെ ഒരു കണക്ക് പ്രകാരം നീ ഒരെണ്ണേ ഉള്ളൂ. ഇനി അല്ലാത്ത വല്ല കണക്ക് പ്രകാരം വേറെ വല്ലവരും. ഷേ, നിങ്ങളൊക്കെ ഒരു പപ്പയാണോ പപ്പേ? സ്വന്തം മോളുടെ അടുത്താണ് മിസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നേ. പപ്പ, ഞാൻ ഇനി എന്തായാലും കോളേജിൽ പോകത്തില്ല. ഞാൻ മൊത്തം നാണം കേട്ട്. പപ്പയ്ക്ക് അറിയാം, ഗ്രൂപ്പിൽ മൊത്തം എന്റെ മീമ. എനിക്ക് വയ്യ ഇനി അവിടെ പോവാൻ. ഏത് എഡിറ്റിനെ പറ്റിയിട്ടാ നീ പറയുന്നേ? ആ വാരിയില്ലാത്ത കുരങ്ങന്റെ തലയിൽ നിന്റെ ഈ ക്യൂട്ട് ഫേസ് വെച്ചതാണോ? പപ്പ ഇതെങ്ങനെ അറിഞ്ഞു? ഇത് ഇന്റർനാഷണൽ ആയ ഈശ്വര, എന്റെ ഒറാങ്കോട്ടന്റെ തലയിലല്ല, കുരങ്ങന്റെ തലയിലാണല്ലേ. നിനക്ക് വല്ലതും അറിയോ? ഞാൻ ആ ഫ്ലൈറ്റിൽ കയറി മാസമായിട്ട് ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുമായിരുന്നു. ആ സമയത്താ നിന്റെ ഫ്രണ്ട് വൈഗ എനിക്കിത് ഷെയർ ചെയ്തിരുന്നേ. അത് കണ്ടപ്പം തന്നെ എന്റെ കൺട്രോൾ പോയി. നിനക്കറിയാലോ, എനിക്ക് കൺട്രോൾ പോയി കഴിഞ്ഞാൽ ചിരി നിർത്താൻ പറ്റത്തില്ല. ഞാൻ അവിടെ കിടന്ന് ചിരിക്കുന്നത് കണ്ടിട്ടേ ആ പൈലറ്റ് വരെ എന്നെ തിരിഞ്ഞു നോക്കി. എനിക്കെന്തോ പ്രാന്താന്ന് വിചാരിച്ചു കാണും. നീ ഒറ്റൊരുത്തി കാരണം ആ ബിസിനസ് ക്ലാസ്സിൽ ഇരുന്ന എന്റെ സകലമാന വിലയും നിന്റെ ഒരൊറ്റ മീം കാരണം പോയി. ഇനി ഞാൻ ആ ഫ്ലൈറ്റ് കയറത്തില്ല. ഇനി വേറെ വല്ല ഫ്ലൈറ്റും പിടിക്കേണ്ടി വരും. പക്ഷെ സങ്കടം എന്താന്ന് വെച്ചാൽ ആ ഫ്ലൈറ്റിലെ ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു. സാരമില്ല, പോട്ടെ. അവൾ എന്റെ പപ്പയെ പോലും വെറുതെ വിട്ടില്ലല്ലോ. പപ്പയ്ക്ക് അത് കണ്ടപ്പോ സങ്കടമായോ? സങ്കടോ? ബെസ്റ്റ്. സങ്കടം വന്ന ആരെങ്കിലും ചിരിക്കോ? ഞാനപ്പം തന്നെ വൈകിക്ക് റിപ്ലൈ കൊടുത്തു, ഇതിലും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ അടുത്ത വട്ടം ഇറക്കാൻ. എന്താന്ന് വെച്ചാ അവൾ അയച്ചെന്ന ഫോട്ടോ അല്ലേ, നിന്റെ മുഖം അത്ര ക്ലിയർ അല്ലായിരുന്നു. പോരാത്തിന് അവൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ ഞാൻ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തു കൊടുത്തു. ഇനി നിന്റെ കോളേജിലുള്ള ബാക്കി പിള്ളേർക്ക് എടുത്ത് കൊടുക്കേണ്ടി വരും തോന്നുന്നു. ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ഫേസ് ക്ലിയർ ആയില്ലെങ്കിൽ എനിക്ക് സങ്കടമാവത്തില്ലേ? ഈ ഒരൊറ്റ കാര്യത്തിലേ എനിക്ക് സങ്കടമുള്ളൂ. ഓ, എനിക്കുള്ള കുഴി കുഴിച്ചത് പപ്പ തന്നെയല്ലേ? ഒരു കാര്യത്തിൽ നീ പേടിക്കേ വേണ്ട. നിന്റെ പെണ്ണ് കാണാൻ വരുന്ന ചെക്കനെ ഫോട്ടോ നമ്മൾ തപ്പി കഷ്ടപ്പെടേണ്ടി വരില്ല. നിന്റെ ഈ മീമുകളൊക്കെ പ്രൊജക്ടറിട്ട് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ ആ ചെക്കന് ഈ വഴിയേ വരത്തില്ല. പപ്പയുടെ പപ്പ തന്നെയാണോ മിസ്റ്റർ? കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാ ഈ ജന്മത്തിലെ മക്കളായി വരാന്ന് പറയും. എന്റെ കേസിൽ പപ്പയായി പോയല്ലോ. നിനക്ക് ഇത്ര സങ്കടമായെങ്കിൽ നിന്റെ മീം എഡിറ്റ് ചെയ്ത പിള്ളേരുടെ അല്ലേ, അവരുടെ ഒക്കെ അഡ്രസ് ഇതാ. ഞാൻ പോയിട്ട്. പപ്പ പോയി അവർ തല്ലുവോ? ഏയ്, തല്ലുന്നൊക്കെ പാടില്ലേ, പിന്നെ കേസായി അതിന്റെ പുറകെയൊക്കെ പോകേണ്ടി വരും. ഞാൻ പോയി അവരുടെ അടുത്ത് ചെന്നിട്ട് അവർ ഏത് എഡിറ്റിംഗ് ആപ്പാ യൂസ് ചെയ്യുന്നത് ചോദിക്കാം. എന്നിട്ട് എൻ്റെ നല്ല കുറേ ഫോട്ടോസും കൊടുക്കാം. എന്നിട്ട് നിന്റെ തല വെച്ചു കൊടുത്തേ, ഈ പപ്പയുടെ തല പപ്പ വെക്കാൻ പറയും. അപ്പൊ പിന്നെ പപ്പയുടെ മൂക്ക് വിഷമിക്കേണ്ടി വരില്ല. പപ്പയുടെ ഫോട്ടോ ആയിരിക്കും അതിന് മൊത്തം. മോളുടെ ഈ നാണക്കേടിനും പപ്പ കൂടെയുണ്ട്. എങ്ങനെയുണ്ട് മോളെ പപ്പയുടെ സപ്പോർട്ട്? എന്താ ഒരു ആത്മാർത്ഥത, എന്താ ഒരു സ്നേഹം. പപ്പയെ പോലെ ഒരു പപ്പയെ കിട്ടാനേ ഞാൻ പുണ്യം ചെയ്ത് കാണും. എന്റെ സങ്കടം മാറ്റാൻ പപ്പയുടെ കയ്യിൽ ഈ കോമഡി ചാടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? മര്യാദയ്ക്ക് എന്നെ കോളേജ് മാറ്റിയേക്ക്, ഇല്ലെങ്കിൽ ഞാൻ വല്ല ഹിമാലയത്തിന്റെ സന്യാസത്തിന് പൊക്കോളാം. അതാകുമ്പോ പിന്നെ പഠിക്കൊന്നും വേണ്ടല്ലോ. മോളെ, അതിനാ പാവ ഹിമാലയത്തിലുള്ളവർ നിന്നെ എന്ത് ചെയ്തു മോളെ?
അവിടെയുള്ള സന്യാസിമാര് സമാധാനമായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നീ അവിടെ ചെന്ന് വല്ല അബദ്ധമോ മണ്ടത്തരോ കാട്ടുന്നത്. ഒടുവിൽ നിന്നെ പേടിച്ചിട്ട് അവര് താഴേക്ക് ഇറങ്ങേണ്ടി വരും. ഓ ഓവർ തമാശക്കര് കേട്ടോ. ഈ ക്വാളിറ്റി ഇല്ലാത്ത സ്ഥലക്ക് ഞാൻ എന്താ കൈ അടിച്ച് പാസ്സാക്കി തരണോ? മോളെ, പപ്പ ഒരു സത്യം പറഞ്ഞതല്ലേ, ഈ സത്യം കഴുപ്പുള്ളതാന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ചില സത്യങ്ങൾ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ആ മദ്രസിട്ട് എനിക്കിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. പപ്പയ്ക്ക് നല്ലോണം അറിയാം. ഞാൻ ഇതിനു മുന്നേ ഒരുപാട് നാണം കെട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു നാണം കേടും ഞാൻ ഇത് ആദ്യമായിട്ടാ. ഞാൻ ഇനി ആ പിള്ളേരുടെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും? നീയായിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കേണ്ട ആവശ്യം വരില്ല. അവരെന്തായാലും നിന്നെ നോക്കുമല്ലോ. പോരാതിന് നിന്റെ മീമിന് ഇൻസ്റ്റയിൽ 5 മില്യൺ ലൈക്കാ കിട്ടിയേക്കുന്നത്. നീ കുടുംബത്തിന്റെ അഭിമാനം ഉയർത്തിയല്ലോ മോളെ. നിന്റെ ആ മീമ് ഞാൻ ബിസിനസ് ഗ്രൂപ്പ് ഷെയർ ചെയ്തപ്പോഴേ എനിക്ക് 2 പ്രൊജക്റ്റാ കിട്ടിയത്. പപ്പയായിപ്പോയി, തെറിയും പറയാൻ പറ്റുന്നില്ല. കൊച്ചേ, നീ കോളേജ് മാറുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയേ വേണ്ട. ഈ ഒരു അബദ്ധം കാരണം നീ കോളേജ് മാറിയെന്ന് വിചാരിച്ചാൽ അടുത്ത കോളേജ് പോകുമ്പോൾ നീ ഇതിലും വലിയ മടത്തരം കാട്ടും. അപ്പൊ പിന്നെ ഓരോ മാസവും നിന്നെ ഞാൻ കോളേജ് മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഈ ചോക്ലേറ്റ് കഴിച്ചിട്ടേ നിന്റെ ഈ ചമ്മലൊക്കെ മാറ്റിക്കേ. നാണം കിടുന്നതേ ഒരു കലയാ മോളെ. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം കിട്ടിയെന്ന് വരില്ല. പക്ഷെ നീ ഈ ഫീൽഡിൽ ഒരു സൂപ്പർ സ്റ്റാറാണ്. പപ്പേ, നിങ്ങളൊരു സംഭവം തന്നെയാട്ടോ. എന്നാ ഞാൻ ഈ നാളെ കോളേജിൽ പോയിട്ടെ അടുത്ത അബദ്ധം കാട്ടിയിട്ട് വരാം. അതൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പോഴാണ് അതിന്റെ കൊച്ചു പവറായേ. പിന്നെ നാണം കിടുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ കീപ്പ് ചെയ്യണം. നാണം കേടുന്നതിന് സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടോ? പിന്നല്ലാതെ ഇങ്ങ് വന്നേ, പപ്പ പറഞ്ഞു തരാം. പപ്പ ഇതൊക്കെ എത്ര കണ്ടിട്ടുള്ളതാ. ഞാൻ പപ്പയുടെ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? Every little rumor starts a brand new day. One wrong moment took my smile away. Walking through the campus acting all so fine. Why's my heart beating out of അവള് വന്നു. ഞാൻ കരുതി അവളിന്ന് ലീവ് എടുക്കുന്നു. ധൈര്യം സമ്മതിക്കണം. ഇവളുടെ ഒക്കെ ഒരു ധൈര്യേ. ഗുഡ് മോർണിംഗ് വംശിക. ഒരു റെക്കോർഡ് എടുക്കാനുണ്ടാവോ? വീട്ടിലിരിപ്പുണ്ട് +2 അത് മതിയാവോ? ഓ അപ്പൊ 2 കൽപ്പിച്ചാണല്ലേ. മാഡം വല്ലാത്ത ഗൗരവത്തിലാണല്ലോ. ഷോ വല്ലാത്ത തൊലിക്കെട്ടിയാണ് നിനക്ക്. നിന്റെ വിചാരം എന്താ കൊച്ചേ? നീ വലിയ പുലൊക്കെ രമ്പയാണെന്നോ? അത്രയ്ക്കൊന്നും വിചാരിച്ചില്ലെങ്കിലും എന്തായാലും നിന്നെക്കാളും കൊള്ളാന്ന് എനിക്കറിയാം. എന്താ മോളെ, ക്ലാസ് ഒന്നുമില്ലേ? അല്ല, നിങ്ങൾ ചൊറിച്ചിൽ മാറാത്തതുകൊണ്ടാണോ ഇവളുടെ അടുത്ത് വന്നിങ്ങനെ ചൊറിയുന്നത്? ആടി മാറുന്നില്ല. എന്താ നീ വന്ന് എനിക്ക് ചൊറിഞ്ഞിരുന്നോ? ഞാനേ കൂടിയിന് വൈറസുകളോടെ കളിക്കാറുള്ളൂ. ഈ ബാക്ടീരിയ ഒന്നും ഞാൻ ആ കൂട്ടത്ത് പോലും കൂട്ടിയിട്ടില്ല. എന്താടി എന്നെ ബാക്ടീരിയ എന്ന് വിളിച്ചിട്ട്? ഈ ബാക്ടീരിയയോട് മുട്ടാൻ നിനക്ക് പേടിയാണോ? ആ അപ്പൊ നീ തന്നെ സമ്മതിച്ചു നീ ബാക്ടീരിയ ആണെന്ന്. എടി ഒന്ന് നേരത്തെ കൊച്ചേ, നീ ക്ലാസ് പോകാൻ നോക്ക്. ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കാതെ. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ ഞാൻ കാത്തിരുന്നോളാം. നീ ഇങ്ങോട്ടേക്ക് വന്നേ അതു? അല്ലേ മനുഷ്യൻ നാണം കിട്ട് നാറി നിൽക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നീ ആയിട്ട് ഇനി പോയി വേറെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് ചിരിപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കല്ലേ. അല്ല മോളെ, നീ ആരോടെ ഈ തർക്കിക്കാൻ പോയെന്ന് വല്ല വിചാരമുണ്ടോ? അവളെ സ്റ്റേറ്റ് ചാമ്പ്യനാ ബോക്സിങ്ങിൽ. അവളുടെ ഒരു ഇടി മതി പിന്നെ നീ കോമയിലാവാൻ. ഓഹോ അങ്ങനെ നീ എന്നെ കൊച്ചാക്കണ്ട മോളെ. ആയോധന കഴിവുകളൊക്കെ ഞാനൊരു ഹിഡൻ ജെമ്മ. പണ്ട് ഞാനേ കുറെ ബോക്സിങ്ങിനും കാരട്ടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. കാരട്ടയല്ല ചേരട്ട. അവളുടെ ഒരു കാരട്ട. എടി കരാട്ട അടി ബുദ്ധൂസേ, കാരട്ടയല്ല. എൻ്റെ പൊന്നെ, ഇതുപോലും അറിയത്തില്ല. നീ പോയ ബോക്സിംഗ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വീട്ടിലുള്ള അമ്മയുടെ അലൂമിനിയം പാത്രം എടുത്തിട്ട് 2 തുള്ളുന്നതാണോ നിന്റെ ബോക്സിങ്? ആ മാലെടുത്ത വീട്ടിൽ ഇങ്ങനെയൊക്കെയാ ബോക്സിങ്. ഗ്രൂപ്പിൽ വരുന്ന ഓരോന്നും കണ്ടിട്ട് മനുഷ്യന്റെ തോട്ടി ഉറിഞ്ഞു പോവുക. ജോലി ഉറിഞ്ഞു പോകുന്നെന്നോ? നീ അപ്പം നമ്മുടെ കോളേജിലെ പാമ്പുകൾക്കൊക്കെ ഒരു ഭീഷണിയാവുമല്ലോ. എഴുത്തൊക്കെ കൊള്ളാം, പിള്ളേർക്കൊക്കെ കഴിവുണ്ട്. ആ കഴിവൊക്കെ കാട്ടിയവരെക്കാളെ ഗ്രേറ്റ് ആയിട്ടൊരു സാധനമുണ്ട്. അല്ല മറ്റവളെവിടെ? കണ്ടില്ലല്ലോ. നിനക്കറിയോ, ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചമ്മി നാറി ചത്ത തവളെ പോലെ ഇരിക്കുമ്പോഴാ ആ കുറിപ്പ് എനിക്ക് ഓരോന്നും അയച്ചു തരുന്നേ. ആ കശ്മല എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എഡിറ്റൊന്ന് മിസ്സാവാതിരിക്കാൻ എനിക്ക് തന്നെ ഫോർവേഡ് ചെയ്ത് തന്നേക്കുന്നു. ആ കുറിപ്പ് ഇങ്ങ് വരട്ടെ, ഇന്നവിടെ ഞാൻ ശരിയാക്കി കൊടുക്കും. ഓ അപ്പൊ ഇതാണല്ലേ കാര്യം. തല്ല് കിട്ടുന്ന ഉറപ്പുള്ളത് കൊണ്ടാവും ആ കുറിപ്പ് ഇന്ന് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നത്. ഇന്ന് രാവിലെ അവൾ എന്നെ വിളിച്ച് പറയാ അവൾക്ക് കൊറോണയാ, അവൾ ക്വാറന്റൈനിലിരിക്കുവാന്ന്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായതുമില്ല. ഇപ്പോഴല്ലേ കാര്യം പിടിയിട്ടേ. അവൾക്കൊരു കൊറോണയല്ല. അവളിങ്ങ് വന്നാൽ നല്ലത് കിട്ടുന്ന ആൾക്കറിയാം. അതുകൊണ്ടാ. അവളില്ലാത്ത എന്തുകൊണ്ട് നന്നായി. എനിക്ക് നിന്നെ മാത്രം സ്നേഹിക്കാലോ. ഇന്നലെ ഒരു വട്ടം ചമ്മയപ്പോഴത്തേക്കും നീ ആകെ തുടുത്തല്ലോ. ഡെയിലി ചമ്മിയാ നീ പൊട്ടിത്തെറിച്ചു പോവല്ലോ. അയ്യടാ, ഒരു സ്നേഹനിധി വന്നേക്കുന്നു. ആ വൈകിയും നിങ്ങൾ വന്നാട്ടെ, അപ്പം കാണാം. ഈ നിറം മാറുന്ന ഒന്ന് പോലും നിന്നെ കണ്ട ഇങ്ങനെ പല തല്ലിച്ചാവും. ആരാ വരുന്നത് നോക്കിക്കേ. விழிகள் மூடும் நேரமல்லவோ உன்னை நினைத்து நானும் கதறிப்போனேன். உந்தன் பேரை சொன்னதில்லவோ என் நெஞ்சம் புல்நாகி கடந்து போனேன். നിന്റെ തിരിയടി എനക്ക്
കണ്ടോ എന്തോ. റെക്കോർഡ് കിട്ടിയോടാ ക്രിസ്റ്റി? മോളെ നല്ല കലിപ്പിലാണ് കക്ഷി. അതൊക്കെ എനിക്ക് കാണാം. നീ തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് നാട് വിട്ടോ. അപ്പൊ പോവാല്ലേ? പോകുമ്പോ എന്നെ കൂടി കൂട്ടണേ. ആ എന്നാ ഞാൻ പോകുന്നില്ല. എന്തിനാ കൃഷ്ണ എന്നോട് തന്നെ ഈ ക്രൂരത ചെയ്തേ? അയ്യോ ആരാ വരുന്നേ നോക്കിക്കേ. നീ ഒന്ന് നിർത്തിക്കേ പെണ്ണേ. ഇനി എൻ്റെ മൂടുകളെ ആര് വരാനാ? നീ നോക്കങ്ങോട്ട്. ഇന്ന് ലീവ് എടുത്ത ആളാ ഇപ്പം വരുന്നേ. ആരുടെയോ വീട്ടിൽ കക്കാൻ പോയിട്ടെ ഡ്രസ്സ് മാറ്റാൻ മറന്നു പോലുണ്ട്. ഇതിൽ 70% കാറ്റും 30% ചിപ്സും ഉണ്ട്. നിന്റെ ഉള്ളിൽ ഈ തിളച്ച് പോയി കൂടെ ഇരിക്കുന്ന ദേഷ്യം ഉണ്ടല്ലോ, അത് ഇത് കഴിച്ചാൽ മാറിക്കോളും. തിന്നോ. എടി കശ്മലെ കാമ്പലേക്ക് ഉനക്ക് എவ்வளோ ധൈര്യം இருந்தா നീ அந்த எடுத்து எனக்கு ஷேர் பண்ணுவ? ഉണ്ണണാ കൊന്ന് ഓ രക്തത്തെ കുടിച്ച് വംശി, നീ കാര്യം അറിയാതെ വെറുതെ ചൂടാവല്ലേ. ഗ്രൂപ്പിൽ ഏതോ ഒരുത്തനിട്ട പോസ്റ്റിൽ നിന്റെ ഫേസ് ക്ലിയർ അല്ല, അതുകൊണ്ടാ ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റി അതൊരു കാട്ട് വന്നിട്ട് തലയിലിട്ട് വെച്ചേ. വേറെ ഒന്നും നിനക്ക് കിട്ടിയില്ലല്ലേ? ഇപ്പഴാ ഞാൻ അറിയുന്നേ അത് നീയാ എഡിറ്റ് ചെയ്തേന്ന്. അപ്പം നീ ഷെയർ ചെയ്ത് ബാക്കി അടിച്ചോ. അതും നിന്റെ തന്നെ പണിയാണോ? ഗ്രൂപ്പിൽ വരുന്ന അതേ സ്പീഡിൽ സ്പോട്ടിൽ എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ. അതിന് ഇനി മോക്ക് എന്തിനാ അയക്കാറുള്ള? അത് നീ ആ എഡിറ്റൊക്കെ മിസ് ചെയ്യാതിരിക്കാനല്ലേ. ലൈവ് അപ്ഡേറ്റ് ആടി. പിന്നെ വേറെ ആരെങ്കിലും ആ എഡിറ്റ് നിനക്ക് അയച്ചെന്നാ നിനക്ക് സങ്കടമാവത്തില്ലേ? അതാ ഞാൻ തന്നെ ഇത്രയും സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ട് നിനക്ക് ഷെയർ ചെയ്ത് തന്നെ. അപ്പം പിന്നെ നിനക്ക് സങ്കടവും കുറയും, ഒരു പ്രാക്ടീസും ആവും. നിന്റെ ടോക്കിംഗ് ടൈം കഴിഞ്ഞു. ഇനി ആക്ഷനാ. മറ്റുള്ളവർ പറയുന്ന എന്തും ഞാൻ സഹിക്കും, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. എടി കൊച്ചെ മിസ്സാവാതിരിക്കാനല്ലേ. എന്ത് ക്യൂട്ടായിരുന്നെന്നോ നിന്നതിൽ കാണാൻ. ഞാൻ തന്നെ എത്ര നേരം നോക്കിയിരുന്നു എന്നറിയോ? പക്ക ആധാർ കാർഡ് ഫോട്ടോ ലുക്കായിരുന്നു. ആണോ? ആ ശരിക്കും എന്ത് ക്യൂട്ടാ. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. പോടി. എടി വില കളയല്ലേടി, 2 സീത്തെങ്കിലും പറയടി. ഏയ് അതൊന്നും വേണ്ടടി, സാരമില്ല, ഞാൻ വിട്ടു. നമ്മുടെ കൊച്ചല്ലേടി. ഓ നീ വിട്ടോ, ഞാൻ വിട്ട് കളയത്തില്ല. ഒരു ഉമ്മ കിട്ടിയപ്പോഴത്തേക്ക് അവളങ്ങ് ഐസ്ക്രീം പോലെ അലിഞ്ഞേക്കുന്നു. എടി നാണം ഉണ്ടോടി? ഓഫ് ആള് മാറി. എടി നാണം ഉണ്ടോടി? നിനക്ക് സ്വന്തം ഫ്രണ്ട് ഡിപ്രഷൻ അടിച്ച് നിൽക്കുമ്പോഴാണോ ഇതൊക്കെ അവൾക്ക് അയച്ചു കൊടുക്കുന്നേ? അതെന്നെക്കാണാൻ ക്യൂട്ടായോണ്ടല്ലേടി. അയ്യോ ഇത്ര നേരം ഉറഞ്ഞതുള്ളേ പെണ്ണാ ഈ പറയുന്നേ. നിന്നുണ്ട്. ഇത് കിട്ടാനാ മോളി കിടന്ന് പറഞ്ഞതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ കുശുമ്പ എനിക്ക് അറിഞ്ഞൂടെ? അയ്യോ ഏതാ ഒരു സീരി. ഇവരപ്പ ശരിക്കും മറ്റേതാലേ? എടാ മറ്റേത് അവരെന്തേലും ആവട്ടെ, നീ എന്തിനാ നോക്കിയേക്കുന്നേ? നീ നോക്കുന്നതിൻ്റെ ഒരു സെക്കൻഡ് കൂടുതലല്ലേടാ ഞാൻ നോക്കിയേ. അതിനാണോ നീ പറയുന്നേ? ആ എന്നാ നീ തെക്കോട്ട് നോക്കിയിരുന്നോ. ഞാനല്ല, നീ ആ തെക്കോട്ട് നോക്കിയിരിക്കണ്ടേ. ഇത്രയും നല്ല സുന്ദരിയായ ഒരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് റിജക്ഷൻ മേടിച്ച് നിൽക്കുമല്ലേ നീ. നിനക്കിത് തന്നെ പറയാനുള്ളൂ. നീ ഒന്നും മിണ്ടാടെ പോയിക്കുക അവിടുന്ന്. എനിക്കിപ്പം തോന്നുന്നു ആൾക്ക് വല്ല ഡയറും കിട്ടിയതാവും. ഈ കോളേജ് ഡയറിന്ന് ഒരു മോചനം ഇല്ലല്ലോ. എൻ്റെ ഡയർ അതാ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. കോളേജിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് നിങ്ങളെയാ. അപ്പം തന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ചു. എന്ത് രസാ ചേട്ടനെ കാണാൻ. ചേട്ടൻ ഏത് ക്ലാസ്സിലാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ പ്രണയം സ്വീകരിക്കുമോ? നീ അവളെ നോക്കി വെള്ളമിറക്കി നിൽക്കത്തേ ഉള്ളൂ. എടാ കാര്യം 100% സത്യമാണെങ്കിലും ഇങ്ങനെ വെട്ടി തുറന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് എൻ്റെ കിഡ്നി അടിച്ച് പോക്കല്ലേടാ. തുടങ്ങിയവൻ. എനിക്ക് ആ വംശികനോടൊന്ന് സംസാരിക്കണം. എന്തിനാ വീണ്ടും പോയി റിജക്റ്റ് ആവാനോ? അല്ല മോനെ, നീ അതിനാ പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുമോ? ഞാൻ എന്താടാ അന്യഗ്രഹജീവിയല്ലാണോ സംസാരിക്കാതിരിക്കാൻ? നീ കുരങ്ങനെ പോലെ തുള്ളി നടന്ന് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ നീ അതിന് വേറെ വലിയ വ്യാഖ്യാനമൊന്നും തൽക്കാലത്തേക്ക് കൊണ്ടുവരണ്ട. ഞാനേ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ വാഷ്റൂം പോയിട്ട് വരാം. എന്നെ കൂടെ കൂട്ടിടാ. നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ എനിക്ക് പോകേണ്ടതേ നിന്റെ പ്രോപ്പർട്ടി കൂടിയല്ലല്ലോ. ഐഷ് ഒരു മര്യാദ ഇല്ലാത്തവൻ. പോടാ, നീ അവിടെ പോയേ കമന്നടിച്ച് വീഴും. ഓ ആയിക്കോട്ടെ. ആ സംഭവം കഴിഞ്ഞ് 5-6 ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാലും നമ്മുടെ വംശിയുടെ ജീവിതത്തിലെ ആ നാണക്കേട് മാത്രം ഇതുവരെ വിട്ടുപോയിട്ടില്ല. മറക്കാൻ പല വഴി ശ്രമിച്ചെങ്കിലും ഓർമ്മിപ്പിക്കാനായിട്ട് ചുറ്റിനും ആൾക്കാർ നിരന്നു നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ഭാഗ്യം നമ്മുടെ കൊച്ചിനിച്ചിരി കൂടുതലാണേ. ഇത്ര ദിവസമായിട്ടും ക്രിസ്റ്റിയെ കാണുമ്പോഴുള്ള വംശിയുടെ ഓട്ടത്തിന് മാത്രം ഒരു കുറവുമില്ല. ഒളിമ്പിക്സിൽ അടുത്ത തവണ ഇന്ത്യക്ക് ഗോൾഡൻ മെഡൽ മേടിക്കാൻ പോകുന്നത് വംശികയാണെന്നാണ് കോളേജിലുള്ളവർ പറയുന്നത്. വംശിക
ഈശ്വര, ഇതിന് എന്തിനാണോ ഓടാനും പറ്റത്തില്ല. അതെ, എന്താ ഇത്? സ്ട്രോബെറി ഡ്രിങ്ക് അല്ലേ? അതെനിക്ക് മനസ്സിലായി. ഇതെന്തിനാ എൻ്റെ ടേബിളിൽ വെച്ചേന്ന്? ഞാനോ? ഞാനാ? അത് ഞാനേ റെക്കോർഡാ ചോദിച്ചേ, അല്ലാതെ ഈ സ്ട്രോബെറി ഡ്രിങ്ക് ഒന്നുമല്ല. മാറിപ്പോയെന്ന് തോന്നുന്നു കൊച്ചിന്. അത് അത് പിന്നെ ഞാൻ അന്ന് ഹേ ഹംഷിക, നീ എന്തിനാ കൊച്ചെ കുറ്റവാളികളെ പോലെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ? കുറ്റം ചെയ്തുകൊണ്ട് തന്നെയല്ലേ ക്രിസ്റ്റി. ഐ എം റിയലി സോറി. അന്ന് എല്ലാവരുടെ മുന്നിലും വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, ഫുൾ അലമ്പാക്കി. എനിക്കറിയാം, ഇപ്പം നിന്നും കൂടി കൂട്ടി ഒരു ട്രോളിന് എലമെൻറ്റും കൂടിയായി. ഇപ്പോഴാണെങ്കിൽ താൻ എങ്ങനെ ഫേസ് ചെയ്യാമെന്ന് കരുതി എത്രയും ദിവസം ഒളിച്ച് നടക്കുക തന്നെയായിരുന്നു. താമന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? തനിക്ക് എന്നോട് ദേഷ്യമായിരിക്കില്ലേ? അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് അതാ ഞാൻ നീ കരുതുന്ന പോലെ കൊച്ചെ എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല. അന്നത്തെ കാര്യം അത് ഞാൻ അപ്ലൈ വിട്ടു. ഇതൊന്നും മനസ്സിപ്പോൾ ഞാൻ കൊണ്ട് നടക്കുന്നില്ല. ഈ ചെറിയ കാര്യത്തിനൊക്കെ തന്നോട് ദേഷ്യപ്പെട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കൊച്ചിന് തോന്നുന്നതാ. പിന്നെ കൊച്ചെ, ഇനി കൊച്ചിനെ കാണുമ്പോൾ ഈ ഓടി ഒളിക്കുന്നൊക്കെ നിർത്തിക്കോ, കേട്ടല്ലോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി അതിൻ്റെ പേരിൽ എങ്ങനെയൊന്നും ചെയ്യണ്ട. നിനക്കൊരു പ്രശ്നമില്ലേ? അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇല്ല കൊച്ചെ, എനിക്ക് തന്നോട് ഒരു പ്രശ്നമില്ല. എന്നെ കണ്ട പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടോ? ശരിക്കും വിശ്വസിക്കാവോ? ഞാനൊക്കെ ആയിരുന്നെങ്കിൽ തന്നോട് ഇനി മിണ്ടത്ത് കൂടിയില്ലായിരുന്നു. തന്നെ പോലെയല്ല ഞാൻ. ഇനി ഞാൻ ദേഷ്യപ്പെട്ടാലേ കൊച്ചിന് മനസ്സമാധാനം കിട്ടുള്ളെങ്കിൽ ഞാൻ വേണമെങ്കിൽ ദേഷ്യപ്പെടാം. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഏയ് വേണ്ട, ഞാൻ ചുമ്മാ. അതെന്താ കൊച്ചെ, ദേഷ്യപ്പെടാടോ? ഞാൻ പെടട്ടെ? ഹേ ക്രിസ്റ്റി, സത്യം പറഞ്ഞാൽ ഞാൻ വല്ല ക്രിസ്ത്യൻ്റെ സ്ഥാനത്തെങ്കിൽ സീരിയസ്ലി ഞാൻ തന്നെ മൈൻഡാക്കത്ത് കൂടിയില്ലായിരുന്നു. പിന്നെ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്താ ഞാൻ ഈ കാണണേ? എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവസാനം പ്രണയജോഡികൾ ഒന്നിച്ചു. കാശി, എൻ്റെ പൊന്നു വംശി, ഇവന് നിന്നോടെ ദേഷ്യമൊന്നുമില്ല. ഇവന് ആകെയുള്ള പേടി എന്ന് പറയാ നീ ഓടുന്ന ഓട്ടത്തിൽ ഇവനെ കാല് തട്ടിയിട്ട് വീഴ്ത്തുവോന്നാ. ഹേ കൊച്ചെ, കൊച്ചു പോകാൻ നോക്ക്. ഈ സെക്കൻഡ് ഓരോന്ന് പറഞ്ഞോണ്ട് വരും. നിന്റെ ടൈം വെറുതെ വേസ്റ്റ് ആവും. നീ പൊക്കോ. ഓ എല്ലാവരുടെ കണ്ട് നാണം കെടുത്ത കൂട്ടത്തിൽ ബൈ വൺ ഗെറ്റ് വൺ പോലെ അവനെയും നാണം കെടുത്തി. എന്നോട് ദേഷ്യം തോന്നുന്ന കരുതിയപ്പോൾ ആളുടെ വായിന്ന് ഞാൻ മനസ്സുപോലും കരുതാത്ത കാര്യമാവും പറഞ്ഞ് ഞാൻ വല്ലതും ആകണം അവൻ്റെ സ്ഥാനത്ത്. അയ്യോ, എവിടൊക്കെയോ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. ഏയ് വംശി, നീ എന്തൊക്കെയാ ചിന്തിക്കുന്നേ? അവനൊന്നും ചിന്തിക്കാനും കൂടി പാടില്ല. അവനൊന്നും ചിന്തിക്കുകയെ ചെയ്യരുത്. എന്താടാ നീ നോക്കുന്നേ? അല്ല, എന്ത് പറ്റി ഇങ്ങനൊരു സമാധാന ചർച്ചയൊക്കെയെന്ന് നോക്കിപ്പോയതാ. അറിഞ്ഞിട്ടിപ്പം നിനക്കെന്തിനാ? എനിക്കൊന്നുമില്ല. നിന്റെ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് പ്ലാൻ? അവളോട് സംസാരിച്ചിട്ട് അവളുടെ ഈ ഓട്ടമൊക്കെ നിർത്തിയിട്ടെ അവള് സമാധാനത്തോടെ നടക്കുമ്പോൾ അവളെ പുറകെ കൂടെ പോയിട്ട് ചവിട്ടി വീഴ്ത്താനില്ലടാ നിന്റെ പ്ലാൻ. ബെസ്റ്റ്. അങ്ങനെ തന്നെയാ. അങ്ങനെ കൂട്ടിക്കോ നീ. നീ കേട്ടോ അത്? എൻ്റെ ചെവിയിൽ ഈച്ചൊന്നും പെറ്റെടുക്കുന്നില്ല. എനിക്കും കേൾക്കാം. ഇത് വംശിയോട് എത്രയും പെട്ടെന്ന് പറയണം. ഇല്ലെങ്കിൽ വല്ല ചാണകം കൊണ്ടൊന്നും അവളെ കിട്ടും നമുക്ക്. അതിന് കോളേജിൽ എവിടെയാണ് ചാണകം കൊണ്ട്? പറയാൻ പറ്റില്ല. അവർ രണ്ടുപേരും അല്ലേ മിക്കവാറും കുഴി തോണ്ടി ചാണകം അതിൽ കൊണ്ടിട്ട് അവളെ അതിൽ മുക്കും അവര്. നീ വന്നേ, നമുക്ക് അവളുടെ അടുത്തേക്ക് വേഗം പോവാം. അവനിവിടെ ഒന്നുമില്ലല്ലോ അല്ലേ? എൻ്റെ ഈശ്വര, ഓടി ഓടി ഞാൻ മടുത്ത്. എടി, ഇപ്പം ആ ചെറുക്ക് എൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല. ടെസ്റ്റ് അവിടെ ചോദിച്ചിട്ടോ പുറകെ നടക്കുക. എനിക്കിത് മടുത്ത്. നീ അവനെ വളം വെച്ച് കൊടുത്തിട്ടാന്നേ ഞാൻ പറയുള്ളൂ. ഫ്രണ്ട് അവിടെ വന്ന് ചോദിച്ചപ്പോൾ തന്നെ നീ നോ പറയണമായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ആ ചെറുക്കൻ നിന്റെ പുറകിൽ നിന്ന് മാറുന്നുണ്ടോ? എടി, ഫ്രണ്ട് അവിടെ നിന്ന് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നോ എന്ന് പറയാം? പോരാത്തിന് അവൻ്റെ ഉദ്ദേശം വേറെ പലതെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു? അഴക്ക് ചെറുക്കൻ. ഇപ്പം നിനക്ക് മനസ്സിലായോ? ഫ്രണ്ട് ആവട്ടെ വന്ന് ചോദിക്കുന്ന എല്ലാവരുടെ ഉദ്ദേശം നല്ലതായിരിക്കില്ല. അല്ല, എത്ര വട്ടം നിനക്ക് പണി കിട്ടിയതാ, എന്നിട്ടും സമ്മതിക്കണം നിന്നെ. നീ വീണ്ടും തുടങ്ങല്ലേ? അതൊക്കെ പഴയ കാര്യമാണ്. പഴയ കാര്യം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴും ഒരു മാറ്റമില്ലല്ലോ നിനക്ക്. ഇതിപ്പോൾ ഇന്നടുത്ത്
നീ ഇനി അവനെ കാണുമ്പോഴേ ഈ അമ്പലപ്പറമ്പിൽ ഓടുന്നൊന്നും നിർത്ത്. നേരെ ചെന്നിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് അങ്ങ് പറയാം. അല്ല ഇനി വേറെ എന്തെങ്കിലും അവൻ പറഞ്ഞു തന്നാൽ ഡീൽ ചെയ്യാൻ എനിക്കറിയാം. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. ഇവളുടെ ഓട്ടം നീ അടുത്ത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം ക്രിസ്റ്റിയുടെ കേസിലായിരുന്നു, ഇപ്പം ദാ ഇവൻ്റെ കാര്യത്തിൽ. നിനക്കൊരു മോചനമില്ലല്ലോ. ഞാൻ എന്തായാലും വംശിയുടെ ഓട്ടത്തിന് സപ്പോർട്ടാ. കാണാൻ ഇത് സെക്സി ആണെന്നോ? ശരിക്കും ബെസ്റ്റ്. പള്ളിക്കുട്ടി തുണി പൊക്കി ഓടുന്ന ഇവളാണോ സെക്സി? ഒരു കാറ്റടിച്ച് ഇവളങ്ങ് തീർച്ചു പോവും. ഇതൊക്കെ കണ്ടിച്ചിരിക്കുന്ന ആ പിള്ളേരുടെ അവസ്ഥ ആലോചിച്ചിട്ടാ എനിക്ക്. അതുസേ എന്താ അതുസേ? ഞാൻ കാര്യമില്ലേ പറഞ്ഞേ? ആ പിള്ളേർ ചിരിച്ചു വീഴുന്നോണ്ടാ അവർക്ക് ഫോൺ ഇതൊന്നും എടുത്ത് ഭീമാക്കാൻ പറ്റാതെ. ഇല്ലായിരുന്നേ ശരിക്കുള്ള പള്ളിയുടെ തലയിലെ ഇവളുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് വെച്ച് അവർ എഡിറ്റ് എപ്പോഴേ ഇറക്കിയേനെ. നിങ്ങൾക്കറിയോ, ഒരു വട്ടം ആ ക്രിസ്റ്റി തന്നെ ഇവളുടെ ഓട്ടം കണ്ട് ചിരിച്ചു വീഴുന്ന ഞാൻ കണ്ടതാ. അപ്പോഴാ അവളുടെ ഒരു സെക്സി. ഇതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നത് ഇവളുടെ ഓട്ടം ഒന്ന് നിർത്താൻ. അതു നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നീ വംശിയുടെ മുഖം നോക്ക്, ആൾക്ക് വിഷമായിട്ടുണ്ട്. ആയിഷ് ഇതിനൊക്കെ പോയി വിഷമിക്കാവോടി? എന്തുവാ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. തമാശയോ? ഇതാണോ നിന്റെ തമാശ? വേറെ ആരെങ്കിലാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിൽ എനിക്കിത് ഇത്ര സങ്കടമാവില്ലായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ നടന്ന് എൻ്റെ സങ്കടങ്ങളൊക്കെ അറിയുന്ന നീ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? നാളെ വേറെ ഒരാൾ എന്നെക്കുറിച്ച് മോശം പറയുമ്പോൾ അത് തടയാൻ നീയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ തന്നെ എന്നെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ആരോടാടി എൻ്റെ വിഷമമൊക്കെ പറയണ്ടേ? അതാണോടി നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. നീ എന്നെ ബോഡി ഷെയിം ചെയ്തു, അത് കളിയാക്കലിലൂടെ ആണെങ്കിൽ പോലും അത് ബോഡി ഷെയിമിങ് തന്നെയാണ്. അതെനിക്കത്ര രസിച്ചിട്ടൊന്നുമില്ല. നീ പറയുന്ന കോമഡി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുമില്ല. എനിക്കത് കോമഡി ആയിട്ട് കാണാനുള്ള മനസ്സുമില്ല. ഞാൻ നിന്നെ ഒന്നും പറയാൻ വരുന്നില്ലല്ലോ. എടി സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ബോഡി ഷെയിം ചെയ്യുന്നത് എളുപ്പമാണ്, കാരണം വേദനിക്കുന്നത് എനിക്കാണല്ലോ, നിനക്കല്ലല്ലോ. എങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ലാന്ന് പറഞ്ഞാലും തമാശയ്ക്ക് പറഞ്ഞതാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇങ്ങനെ ദയവ് ചെയ്ത് എന്നോട് നീ പറയരുത്. എനിക്ക് ഹേർട്ടായി. എപ്പോഴും എല്ലാം തമാശയായിട്ടെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റൊന്നും എനിക്കില്ല. എൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ച് എനിക്കുള്ള ഇൻസെക്യൂരിറ്റീസ് കൂട്ടാൻ നിൻ്റെ ഈ ഒറ്റൊരു കളിയാക്കൽ മതി. എനിക്കില്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നില്ലെങ്കിലും വേണ്ടില്ല, ഉള്ളതുകൂടി നശിപ്പിക്കാതിരുന്നൂടെ? നിനക്കായാലും വേറെ ആർക്കായാലും ഇവിടെ ഒരു അവകാശവുമില്ല. മറ്റുള്ളവരുടെ ഫീലിങ്സ് കൂടി പറയുന്നതിന് മുന്നേ ഒന്ന് മനസ്സിലാക്കുക. വംശി എടാ, നീ അവിടെ നിൽക്ക്. ഇച്ചിരി കഴിഞ്ഞ് അവിടെ തന്നെ വന്നോളും. നീ അവൾക്ക് കുറച്ച് ടൈം കൊടുക്കുക. നിനക്കറിയില്ലേടി, ഞാൻ ചുമ്മാ തമാശയ്ക്ക് വേണ്ടിയിട്ട് അവൾക്ക് ഹേർട്ടാവുന്നൊന്നും ഞാൻ മനസ്സിൽ പോലും കരുതിയില്ല. അങ്ങനെ അവളുടെ ഇമോഷൻ ഹേർട്ട് ചെയ്യുന്ന ഒരാളുമല്ലല്ലോ ഞാൻ. തമാശയും കളിയാക്കലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എപ്പോഴും സെയിം മൂഡിലായിരിക്കില്ലല്ലോ എല്ലാവരും. ജസ്റ്റ് പിന്നെ ഇനി ഇമാതിരി വർത്താനം കൊണ്ട് അവളുടെ അടുത്തോ എൻ്റെ അടുത്തോ നീ വന്നോ എല്ലാവരും ഇനി അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഇൻറ്റൻഷനലി ചെയ്തതല്ലെങ്കിൽ പോലും ഞാനങ്ങനെ പറയരുതായിരുന്നു എന്ന് എനിക്ക് തോന്നുക. അതോ എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് പറഞ്ഞതൊക്കെ നിന്നോട് മാത്രമാണെന്ന്. വേറെന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നെ നാളെ ചീത്ത പറഞ്ഞ് പോവായിരുന്നു. പക്ഷേ വേറെന്തോ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നീ ഇതും കൂടി പറഞ്ഞതുകൊണ്ടാണ് അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. നമുക്കെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കാം. എന്താടോ ഇവിടെ തനിയൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? ഈ വെള്ളം കുടിച്ചോ? ആ ക്രിസ്റ്റിയോ? ഒന്നുമില്ലടോ, താങ്ക്സ്. തൻ്റെ ഫേസ് കണ്ടിട്ട് നല്ല ഡെസ്പാന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാനിവിടെ അങ്ങനെ ചുമ്മാ ഇരുന്നതാ. നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ. കള്ളം ആരെ കുറിച്ച് ഇങ്ങനെ കള്ളം പറയുന്നത്? എനിക്ക് ട്രെയിനിങ് തന്നേ. നീ കള്ളം പറഞ്ഞാലും നിന്റെ കണ്ണ് കള്ളം പറയില്ല. തൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഹെലയിലും 3 ഒപ്പരാണല്ലോ. എന്തേ ഒന്നും കൂടി അടിയായോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ശരി ശരി, ഞാൻ കൂടുതലൊന്നും അതിലേക്ക് പോകുന്നില്ല. ആരൊന്ന് എനർജറ്റിക് ആയിക്കെ. ഇതെന്താ പൂച്ചക്കുട്ടിയെ പോലെ ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നേ? ഞാനാദ്യമായിട്ടാ താൻ ഇത്ര സൈലന്റ് ആയിട്ട് കാണുന്നത്. അത് തനിക്ക് എന്നെ അറിയാത്തോണ്ടാ. ഞാനേ ഇതിലും സൈലന്റാ. പൂച്ചക്കുട്ടിയെ അവസരം കിട്ടിയാലേ നല്ല മാന്ത തരും. ആണോ? ശരിയെന്നാ അടുത്ത പീരീഡ് ജീന മിസ് അല്ലേ? ക്ലാസ് ബോറായിരിക്കും, അതുകൊണ്ട് അതിനെന്താ? ഡു യു വാണ്ട് ബങ്ക് ദിസ് ക്ലാസ് ആൻഡ് കം വിത്ത് മീ? നമ്മൾ ഈ ക്ലാസ് ബങ്ക് ചെയ്യുന്നു. ഇവിടുന്ന് ഇപ്പം തന്നെ എസ്കേപ്പ് അടിക്കാൻ പോവാ. നീ
ക്ലാസ് ബങ്ക് ചെയ്യാനോ? വിശ്വസിച്ച് തന്നെ. അതെന്തേ? എനിക്ക് കൊമ്പ് വല്ലതും ഉണ്ടോ? എപ്പോഴും നല്ല കുട്ടിയായിട്ട് ഈ 4 ചുമരുകൾക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുന്നതില്ലേ എന്താ ത്രില്ലുള്ള? ഇടയ്ക്കൊക്കെ എങ്ങനെ ചാടണം. ഇപ്പം അത് അത്യാവശ്യം. നിന്റെ ഈ മൂഡ് ഓഫ് മാറ്റേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. കൊച്ചേ, എന്നാ എൻ്റെ കൂടെ വരുമല്ലേ? ഓ അങ്ങനെയാണോ? എൻ്റെ മൂടൊക്കെ മാറ്റാൻ അപ്പോയിൻമെന്റ് എടുത്ത് വന്നല്ലേ? എങ്ങനെ ഞാൻ ഈ ഓഫർ തള്ളിക്കളയും? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നീ എന്ത് പിച്ചും പേയാടി പറയുന്ന കൊച്ചേ? വംശി അവന്റെ കൂടെ നടന്നു തന്നെ നീ വേറെ ആരെങ്കിലും കണ്ടതായിരിക്കും. ബെസ്റ്റ്, നീ വന്നേ, നമുക്ക് വംശിയെ പോയി തപ്പാം. ആ നീ തപ്പിക്കോ, അവളെ കാണത്തില്ല നീ. കുറച്ച് കഴിയുമ്പോഴേ താലിയും സിന്ദൂരം കട്ടെ അവൾ അവന്റെ കൈയും പിടിച്ച് വരുന്ന നീ കാണും. അപ്പൊ അത് വിശ്വസിക്കും. എന്നാലും എന്നെ മാത്രം അവളെന്തെ വിളിക്കാന്? വന്നതും നിന്നതും എല്ലാത്തിനും ഭ്രാന്താണല്ലേ ഈശ്വര. ക്രിസ്റ്റി, നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നേ? അറിഞ്ഞിട്ട് ഇപ്പം എന്തിനാ? അറിയണ്ട പിന്നെ. നിന്നെ തട്ടിക്കൊണ്ടൊന്നും പോവല്ല കൊച്ചേ, സർപ്രൈസാ. സർപ്രൈസോ? എടാ, ഇനി നീ എന്നെ ശരിക്കും പ്രപ്പോസ് ചെയ്യാൻ പോകുന്നല്ലോ? ആളിന്ന് കൂട്ടിക്കോ. എടാ, വണ്ടി ഇറക്കി വിടടാ. വേണമെങ്കിൽ ചാടിക്കോ. ക്രിസ്റ്റി കളിക്കല്ലേ? മുറുക്കി പിടിച്ചോ, ഇല്ലെങ്കിൽ നിലത്തുനിന്ന് വാരെടുക്കേണ്ടി വരും. விழிகள் மூடும் நேரமல்லவோ உன்னை நினைத்து நானும் கதறிப் போனேன். உந்தன் பேரை சொன்னது അയ്യോ, ഞാൻ ഫസ്റ്റ് ടൈമാ ഇങ്ങനെ ഒരു സ്ഥലത്ത്. ഇതിന് ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നോ? എന്താ, ഹൈറ്റ് പേടിയാണോ? ചെറുതായിട്ട്. ഞാൻ കരുതി നീ എന്നെ വല്ല കഫേയിലും ആയിരിക്കും കൊണ്ടുപോവാന്, അല്ലെങ്കിൽ മൂവിക്ക്. സെയിം സ്പോട്ടിൽ തന്നെ പോയാ അതിനെന്താ വൈബുള്ള? ഞാൻ മൈൻഡൊക്കെ റിലാക്സ് ആക്കണം എന്ന് ആഗ്രഹിക്കുമ്പോ ഇതുപോലുള്ള സ്പോട്ടിലേക്കാ വരാറ്. ഇത് ശരിക്കും കൊള്ളാം ക്രിസ്റ്റി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഈ ചെരി കാണാറാ ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. താങ്ക്സ്. ഞാനിങ്ങനെ ബേസിലൊന്നും അധികം വരാറില്ല. വരുമ്പോഴൊക്കെ വല്ലാത്തൊരു ഇഷ്ടമാണ്. പക്ഷേ ബീച്ചിലേക്ക് ഇറങ്ങാൻ എനിക്ക് പേടിയാ. അതെന്താ അങ്ങനെ? കടല് ദൂരെ നിന്ന് കാണാൻ നല്ല ഭംഗിയാ. പക്ഷേ നിനക്കറിയാലോ, എങ്ങാനും ഞാൻ പോകുമ്പോ അതിലെങ്ങാനും പെട്ടുപോയാ പിന്നെ എനിക്ക് തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിലോ? നമ്മുടെയൊക്കെ ലൈഫ് പോലെ അല്ലേ? എന്ത്? പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ലൈഫ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഹാപ്പി മൊമെന്റ്സ്. നമ്മൾ വിചാരിക്കും അവരുടെയൊക്കെ ലൈഫിൽ ഒരു പ്രശ്നമില്ലാന്ന്. പക്ഷെ അടുത്തറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാവരുടെ ലൈഫിലും പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്നു. അത് ശരിയാ. ഇടയ്ക്കൊക്കെ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യും, ലൈഫിൽ സ്റ്റക്കായ പോലെ. എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ലൈഫ് മുന്നോട്ട് പോകണമെന്നില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഇതേപോലെ സ്റ്റക്കാവും. ആ സമയത്ത് ഇട്ടെറിഞ്ഞു പോരാതെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ആ തിരമാലയെ പോലെ കരയിൽ വന്ന് തട്ടിച്ചേരാതെ അത് വീണ്ടും കടലിലോട്ട് പോകും. പിന്നീട് ആ പോയ തിര മറ്റൊരു തിരമാലയുടെ കൂടെ വീണ്ടും കരയിലേക്ക് തന്നെ വരും. ഇടയ്ക്കൊക്കെ നമ്മൾ തകർന്നു പോയാലും ഇതേപോലെ വീണ്ടും വരണം. എന്തായി നോക്കുന്നേ? അല്ല, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് നോക്കിയതാ. ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ മാത്രമേ ഇങ്ങനെയൊക്കെ ഉപമിച്ച് പറയുന്നത് കേട്ടിട്ടുള്ളൂ. പക്ഷേ സങ്കടങ്ങളൊന്നുമില്ലാത്ത മനുഷ്യരുണ്ടോ? ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. ഞാൻ തന്നോട് ഒരു കാര്യം പറയട്ടെ? പറഞ്ഞോ. നിനക്കറിയാലോ, ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്തത് കുറച്ച് ലേറ്റ് ആയിട്ടാണെന്ന്. ഇവിടെ വന്നപ്പം തൊട്ടിട്ട് എൻ്റെ കണ്ണിൽ പെട്ടതാ നിങ്ങൾ 3 പേരും. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമെന്നൊന്നും മൈൻഡാക്കാതെ ചിരിച്ച് കളിച്ച് ഓരോന്നും കാടി നടക്കും. അന്ന് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തൊരു റീലുണ്ടല്ലോ, ഞാൻ മറക്കില്ലത്. എൻ്റെ ഗാലറിയിൽ ഇപ്പോഴും ഉണ്ട്. ഇന്നലെ കൂടെ എടുത്ത് കണ്ടതേ ഉള്ളൂ. അയ്യേ, പതിയെ നിങ്ങൾ 3 പേരിൽ നിന്ന് എൻ്റെ ശ്രദ്ധ ഒരാളിലോട്ട് മാത്രം മാറി. എന്തോ എന്നെ അയാളിലോട്ട് മാത്രം വലിച്ചടിപ്പിക്കുന്ന പോലെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ തോന്നുന്നതിൻ്റെ റീസണും എനിക്കറിയില്ല. പിന്നീട് ഞാൻ തന്നെ അതിനുത്തരം കണ്ടെത്തി. ചെറിയ രീതിയിലൊക്കെ അയാളുമായിട്ട് സംസാരിക്കാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് അയാളുടെ അടുത്തുനിന്ന് എനിക്ക് റിജക്ഷനും കിട്ടി. ക്രിസ്റ്റി, I fell in love with you, വംശിക. താൻ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ കൺഫ്യൂസ് ചെയ്തത് നിന്നെ ഫോഴ്സ് ചെയ്തിട്ട് ഒരു റിപ്ലൈ കിട്ടാനൊന്നുമല്ല. ഐ നോ നീ ഒരു റിലേഷനിലൊന്നും ആവില്ലാന്ന്. അതിന് കാരണം എനിക്കറിയില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇനി ആകെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ നമ്മുടെ ഈ കോളേജിൽ.
ഉള്ള അത്രയും കാലം തന്നോട് ഇടയ്ക്കൊക്കെ സംസാരിക്കാമല്ലോ എനിക്ക്. അത്രയേ വേണ്ടു എനിക്ക്. എന്താ ഇപ്പൊ നിനക്ക് വിശ്വാസമായോ എന്നെ? താങ്ക് യു ക്രിസ്ത്യൻ. ഇന്ന് നീ ഇത് എത്രാമത്തെ താങ്ക്സാ പറയുന്നതെന്ന് കൊച്ചിന് വല്ല നിശ്ചയമുണ്ടോ? ശരി എന്നാ. സോറി വംശി, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. നീ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും വിഷമായി. ഇന്നലെ വീട്ടില് അച്ഛൻ്റെ ഏതൊരു ആൻറ്റി വന്നായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എൻ്റെ നല്ലതിന് എന്ന പേരിൽ എന്നെ കുറെ കളിയാക്കി. എനിക്ക് കേട്ട് വേദനിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു അവർക്ക്. എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അച്ഛൻ പോലും ഒന്നും പറഞ്ഞില്ല. എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന പോലെ. എല്ലാം കൂടി കേട്ടപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. രാത്രി ഞാൻ കുറെ ഇരുന്ന് കരഞ്ഞു. അതിന് മാത്രമല്ല എനിക്ക് പറ്റൂ. ഞാൻ അവരോട് ഒന്നിനും പോയിട്ടില്ലല്ലോ. എൻ്റെ കാര്യം നോക്കി ഞാൻ നടക്കുമല്ലേ. ഇതൊക്കെ കൊണ്ടാ അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ പോവാത്തെ. വെറുതെ എൻ്റെ സമാധാനം കൂടി പോക്കാൻ. അവർക്ക് നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പക്ഷെ അത് കേട്ടു നിൽക്കുന്ന നമുക്ക് അങ്ങനെയല്ലല്ലോ. എത്രാന്ന് വെച്ചാടി തിരിച്ചു പറഞ്ഞ് വാ അടുപ്പിക്കുക. ഇതൊന്നും അറിയാതെ ഞാനും അവരെ പോലെ നിന്നെ ഇങ്ങനെ കുറെ എണ്ണങ്ങളുണ്ട് മറ്റുള്ളവർ കുത്തി നോക്കുന്നത് ഒരു ഹോബിയാക്കി വെച്ചിട്ട്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അവരൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് ഈ നേടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതിനൊക്കെ ഉള്ള പണി അവർക്ക് എന്തായാലും കിട്ടും. விழிகள் மூடும் நேரமல்லவோ உன்னை நினைத்து நானும் கதறிப்போனேன். உந்தன் பேரை சொன்னதில்லவோ என் நெஞ்சம் புல்நாகி கடந்து போனேன். நீ இல்லையே. ഇതും കൂടെ കൂട്ടിയിട്ട് 38ാമത്തെ തവണയാണ് നീ അവനെ നോക്കുന്നത്. അല്ല, എന്താ നോക്കട ഉദ്ദേശം? ഞാനൊന്നും നോക്കിയിട്ടില്ല. ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഒബ്സർവേഷൻ സ്കില്ല്. പിന്നെ ഞാനും തിന്നുന്നത് ലേസ് തന്നെയാ. ഓ, ആ സ്കില്ല് കാരണേ നാണം കെട്ട ഒരു സ്മാരക നിന്റെ മുന്നിൽ ഇരിക്കുന്നേ. നിനക്ക് കണ്ണ് പിടിക്കുന്നില്ലേ? അവന്റെ ഇളക്കം മാത്രല്ല നിന്റെ ഇളക്കം ഞാൻ കാണുന്നുണ്ട് വംശി. എന്നെ വല്ലം സൈഡാക്കി നീ അവന്റെ കൂടെ വല്ലം പോവാന്നാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പൊന്നു മോളെ. എന്റെ പൊന്ന് ആദു ഒന്നും മിണ്ടാതിരിക്കെ. മിസ് നോക്കുന്നു. വംശിക, ഈ പ്രോബ്ലം സോൾവ് ആക്കിക്കേ. കണ്ട പെടുമ്പോ അവസാനം ഞാൻ തന്നെ. മിസ്സേ, എനിക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അത്ര ആത്മബന്ധം തോന്നുന്നില്ല. ആ ആത്മബന്ധം വരുത്തിയിട്ട് ഞാൻ ഉടനെ ക്ലാസ്സിൽ ചെയ്യാം. ഓ അങ്ങനെയാണോ? എന്നാ ഇവിടെ ആർക്കെങ്കിലും ആത്മബന്ധം ഉണ്ടെങ്കിലേ ഇവക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. മിസ്സേ, ക്രിസ്റ്റിക്കറിയാം. തെണ്ടി. ആ, എന്നാ ക്രിസ്റ്റി അവർക്ക് ക്ലിയർ ആക്കി കൊടുത്തോളൂ. പിന്നെ വംശി, അവൻ പറഞ്ഞിരുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടോണം. ചാടിക്കേറി വേറെ ഒന്നും പറയാൻ നിൽക്കരുതേ. നിനക്ക് പണി കിട്ടാനേ നീ എങ്ങോട്ടും ചാടി വീഴേണ്ട ആവശ്യമില്ല. പണി നിന്റെ അടുത്തോട്ട് വന്നോളൂ. എങ്ങനെ പണി കിട്ടാതിരിക്കും? അപ്പുറം ഇപ്പുറം ഇരിക്കുന്നതേ എല്ലാം ആവാഹിക്കുന്ന 2 സാധനങ്ങളാണല്ലോ. ആഹാ, ഇങ്ങനെയാണെങ്കിൽ നീ വരുത്തി കൂട്ടുന്ന പ്രശ്നമൊക്കെ ഞങ്ങളെ കാരണം എന്ന് പറയുമല്ലോ. ആടി പറയും. ബേബീസ്, ഈ സില്ല് കാര്യത്തിനൊന്നും വഴക്കിടല്ലേ. നമുക്ക് എത്ര പരിദൂഷണം പറയേണ്ട സമയാ ഈ കളയുന്നേ. എന്താടി പുതിയ ന്യൂസ് വല്ലതും കിട്ടിയോ? അതിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സൗണ്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് കണ്ടു നോക്ക്. എടി, നീ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത്? ഈശ്വര, ആരെങ്കിലും കണ്ടോ നിന്നെ? നമ്മുടെ ഈ ഗ്രൂപ്പ് എങ്ങാനും ലീക്കായാലേ കോളേജ് പോയിട്ട് ഈ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും ലീക്കാവില്ല ഗേൾസ്. ഈ വൈഗാലക്ഷ്മി ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരിക്കുന്നോളം കാലം ഇതിലെ പ്രജകളുടെ ഉത്തരവാദിത്തം എനിക്കായി. വൈഗാലക്ഷ്മി എന്തും ഞാൻ. ഒച്ചക്കനെ ക്യാരക്ടറിന് വിട്. എങ്ങാനും ടീച്ചർ കണ്ട പിന്നെ അത് മതി. സോറി ബേബി, ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോന്നെയാ. ഇടയ്ക്കോ? എപ്പോഴും കയ്യിൽ നിന്ന് പോകും. എപ്പോഴും കയ്യിൽ നിന്ന് പോകുന്നതേ നിന്റെ സൈഡ് അത് തന്നെയാ പറഞ്ഞ നിനക്ക്. ഓ, ഇക്കാലത്രി നിന്റെ ഉമ്മകളൊക്കെ വാരിക്കൂട്ടിയ ഞാൻ സൈഡ് ചിക്കല്ലേ. മതി മതി, പിന്നെ എനിക്കിനി കാണാൻ. ഇവിടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. എടി, ഇവിടെ എങ്ങോട്ടാ പോണേ? നീ ഇങ്ങോട്ടേക്ക് വൈകാ. മിസ്സേ, ഈ ലോകത്ത് സത്യസന്ധമായി സ്നേഹിക്കുന്നവരൊക്കെ സൈഡ് ചിക്ക. ആരുടെ ലൈഫില് സൈഡ് ചിക്കാവരുത്. ഈശ്വര, ഇവളിത് സീരിയസാ? ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഓരോ കാരണങ്ങളെ അതൊക്കെ ഉണ്ട്. താങ്ക്സ്. എന്ത് ചെറുതാ കൊച്ചേ നീ. എന്റെ ഇത്രയേ ഉള്ളൂ.
ഞാൻ വീണ്ടും പബ്ലിക്കായി നാണം കെടുത്തുണ്ടെങ്കിലേ മുന്നിൽ നിന്ന് പൊക്കോ. ഹെൽപ്പ് ചെയ്ത ഒരാളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? അതിനാ ഞാൻ താങ്ക്സ് പറഞ്ഞേ. താൻ എന്താടോ എന്നെ സ്റ്റോക്ക് ചെയ്യുവാണോ? യെസ്. തനിക്കെന്താ ബാക്കി ഗേൾസിനോടൊന്നും പോയി സംസാരിച്ചൂടെ? എന്നോട് മാത്രം സംസാരിച്ചാൽ മതിയോ? നിന്നോട് സംസാരിച്ചത് തന്നെ 3-4 പേരോട് സംസാരിച്ച പോലെയാ. ഓഹോ ബേ, ഞാനെന്നാ ക്ലാസ്സിലോട്ട് പോവാ. ഞാനും കൂടെ വരാം. വേണമെന്നില്ല. വരാടോ? വേണ്ട. ഓ, എന്താ ഭൂമി കാണുന്നേ? സാക്ഷാൽ ക്രിസ്റ്റി ചിരിക്കേ. ഇല്ലാത്തവൻ. നീ ഏത് ഇല്ലത്തിന് ചാടിക്കേറി വന്നതാ? ശുംഭൻ. ഇല്ലത്തിന്റെ പേരൊന്നും ചോദിക്കരുതെന്ന് അറിഞ്ഞൂടെ? മോന്റെ നാടകം കഴിഞ്ഞെങ്കിലേ ക്ലാസ്സിലോട്ട് പോരും. അല്ല, നോമിന്റെ ആഗമനോദ്ദേശം പറഞ്ഞില്ല, കേൾക്കണമെന്നില്ല. അല്ല, വൈകി എവിടെ? അവളുടെ മറ്റവന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഓ, അതാണോ മൊക്കെ കയറ്റി പിടിച്ചോണ്ടിരിക്കുന്നത്? നിനക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട് മോളെ, നീ വന്നേ. എന്തുവാടി, ഒന്ന് പറ പോന്നെ. നീ എനിക്ക് ഫുഡ് മേടിച്ചു തരാൻ പോവാണോ? ഓ, അല്ലെങ്കിൽ പിന്നെ ഞാൻ നിനക്ക് ഫുഡ് മേടിച്ചു തരാത്ത പോലെ. എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി മൊത്തം നിനക്ക് ഫുഡ് മേടിച്ചു തന്നിട്ടാ തീരുന്നേ. എടി ക്രിസ്റ്റിയായിട്ട് നീ എന്ത്? നീ അവന് സെറ്റായോ? സത്യം പറയടി, ചങ്കക്കൊള്ളുന്ന വാക്കൊന്നും പറയില്ല. പോടി. ഇതാ അവിടെ നിൽക്കുന്നുണ്ട് നിന്റെ സർപ്രൈസ്, നോക്കിക്കോ. അല്ല മോനെ, ഇന്ന് വന്നതല്ലേ ഉള്ളൂ, നിനക്ക് വീട്ടിലിരുന്നാ പോരായിരുന്നോ? എന്തിനാ ചാടിത്തുള്ളി ഇങ്ങോട്ടേക്കൊക്കെ വന്നേ? വീട്ടിലിരുന്നാ എനിക്ക് ഇവളെ കാണാൻ പറ്റുമോ? നീ വന്നെന്നായിരുന്നെങ്കിലേ പിറ്റേന്ന് കള്ളവും പറഞ്ഞ് വീട്ടിലേക്ക് അവള് ചാടി വന്നേനെ. പക്ഷെ സർപ്രൈസ് കൊടുക്കുന്നത് അത് വേറെ തന്നെ ഫീൽ അല്ലേ? അതെ അതെ. എന്താടി നീ എന്താ വരുന്ന കാര്യം പറയാഞ്ഞേ? എന്തേ, ഡോക്ടറെ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയോ? ഇതുവരെ ഇല്ല. എന്തേലും ഉണ്ടായ ജോലി ഇറാൻ നിന്റെ അച്ഛൻ വെയിറ്റിംഗ് ആണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അയ്യ, എൻ്റെ അച്ഛന് നിനക്ക് ജോലി ഇടുന്നതല്ലേ പണി. നിന്റെ അടുത്തേക്ക് വയ്യാണ്ട് വരുന്നവരോട് വെള്ളം കുടിച്ചാൽ മാറുന്നു പറഞ്ഞിട്ട് പൈസ മേടിക്കുന്ന വ്യാജ ഡോക്ടർ അല്ലേടാ നീ. നിന്റെ അച്ഛൻ്റെ കീഴിലല്ലായിരുന്നു ട്രെയിനിങ്, അതുകൊണ്ട് പിന്നെ അതിന്റെ ഗുണങ്ങളൊക്കെ കാണിക്കാതിരിക്കോ? ഞാൻ അങ്ങനെയും ചെയ്ത് ജീവിക്കുന്നുണ്ട്. നീ ഇവിടെ കോളേജിൽ പഠിക്കാന്ന് പറഞ്ഞിട്ട് ക്യാൻറ്റീനിൽ അടയിരിക്കലല്ലേ പണി? മൈ ലൈഫ് മൈ റൂൾസ്. ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും. ഇതിപ്പോഴൊന്നും തീരും തോന്നുന്നില്ലല്ലോ. അതെ, ഒരു സെക്കൻഡ്. നിങ്ങളെ ഇത് കണ്ടിന്യൂ ചെയ്യും, ഞാൻ ദേ പോയി ഇതാ വരാം. അയ്യോ, നോക്കി നടക്കും വംശി. ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, നിന്റെ ഫ്രണ്ട് ഇതാരോ കൂടി അടി കൂടുന്നേ? ഞാൻ വല്ലതും പോയി പിടിച്ചു മാറ്റണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല കാശി, അതെന്റെ സൈഡിനാ. പിന്നെ അവർ രണ്ടുപേരും സ്നേഹിക്കുന്നത് ഇങ്ങനെ അടി കൂടിയിട്ടാ, അതൊന്നും മൈൻഡ് ആക്കണ്ട. അവര് റിലേഷനിലാണോ? അതേലോ, കുറെ നാളായി. എന്നാ ശരി, ഇനി എക്സാമിന് കാണാം. ബൈ ബൈ കാശി. കാശി, നീ ഓക്കെ അല്ലേടാ? പിന്നല്ലാതെ. എടാ നീ വന്നേ, എനിക്ക് വിശക്കുന്നുണ്ട്. കാശി ഡാ, ഇപ്പോഴാ എനിക്ക് ഓർമ്മ വന്നേ. അമ്മ വിളിച്ചായിരുന്നു കുറച്ചു മുന്നേ, പെട്ടെന്ന് വരാൻ പറഞ്ഞു. എന്തെങ്കിലും ആവശ്യം കാണും, അതായിരിക്കും വിളിച്ചേ. ഞാൻ പോയിട്ട് വരാടാ. ഞാൻ പോയിട്ട് വരാം. പിന്നെ അവര് നല്ല മാച്ചാലേടാ. അവക്ക് നന്നായി ചേരുന്നുണ്ട്. എടാ, എനിക്കെന്ത് ഇഷ്ടായിരുന്നു അവളെ. അതൊക്കെ പോട്ടെ, ഞാനെന്നാ പോയി. എനിക്ക് ഞാൻ പോയി. കാശി, ഓക്കെ. എനിക്ക് കണ്ടപ്പോ തന്നെ ക്രഷ് അടിച്ചു. എന്ത് രസാ ചേട്ടൻ കാണാൻ. ചേട്ടൻ ഏത് ക്ലാസ്സിലാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്റെ പ്രണയം സ്വീകരിക്കുമോ? ദിവസങ്ങൾ എത്ര പെട്ടെന്നാ പോകുന്നേ. അങ്ങനെ അവസാന സെമസ്റ്ററിലെ എക്സാമും കഴിഞ്ഞു. പരീക്ഷയുടെ അവസാന ബെല്ലും അടിച്ചു. എല്ലാവരുടെ ഉള്ളിലും ചെറിയൊരു നോവുണ്ടായിരുന്നു. അതിന് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരുന്നു. ഇനി ഇവിടെ വന്നിരിക്കാൻ ഒരു ക്ലാസ് റൂമില്ല. ചിരിച്ചും കരഞ്ഞ നാളുകൾ ഇപ്പോഴൊരു സ്വപ്നം പോലെയായി. അതെ, ഇത് ഇവിടെ തീരുകയാണ്. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച
കോളേജിൻ്റെ അവസാന ദിവസം. അങ്ങനെ കോളേജ് ലൈഫിനും ഒരു തിരശ്ശീല വീണിരിക്കുന്നു. നീ എന്നെ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി ആ കളിച്ച ചേച്ചി നടക്കുന്ന എന്നെ കണ്ടിട്ടാവും. എൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്. ഈ ഇൻസെക്യൂരിറ്റീസൊക്കെ കൊണ്ടിട്ട് ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളിൽ നിന്നും എനിക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പോലും അറിയാതെ ഒരു ക്യാൻസർ പോലെ ഇത് ഫുൾ പടർന്ന് കയറി. ഈ ഇൻസെക്യൂരിറ്റി എൻ്റെ കോൺഫിഡൻസിനൊക്കെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ മറ്റൊരാളടുത്ത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഇൻസെക്യൂരിറ്റി ഒന്നുകൊണ്ട് മാത്രം എൻ്റെ ലൈഫിലൊരു ഭാഗം പോലും എനിക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓരോന്നും ഓർത്ത് കരഞ്ഞ പല രാത്രികളുമുണ്ട്. ഇപ്പോഴും ഒരു തരി പോലും മാറാതെ അത് മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ പണ്ടൊക്കെ ചെയ്ത പല കാര്യങ്ങളും ഇപ്പം ചെയ്യാൻ പോയിട്ട് എനിക്കൊന്നും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നു എന്ന് ആലോചിച്ച് വിഷമിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഇടയ്ക്കൊക്കെ ഞാൻ എങ്ങനെ അന്ന് അത്ര കോൺഫിഡൻസോടെ ഓരോ കാര്യങ്ങൾ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒക്കെ കൂടിയാ ഈ സങ്കടം കൂട്ടാനായിട്ട് പലരും ഇങ്ങനെ തമാശ രൂപേണയും കളിയാക്കിക്കൊണ്ടും ഇങ്ങനെ കുത്തി നോവിച്ചിട്ട് പോകുന്നത്. അതിലൂടെ അവർക്ക് എന്ത് സുഖമാക്കിയിരുന്നൊന്നും എനിക്കറിയില്ല. ചിലരങ്ങനെയാണോ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ സുഖം കണ്ടെത്തുന്ന ഒരു സെപ്പറേറ്റ് വിഭാഗം. മേ ബി അവരുടെ കുറവുകൾ മറിക്കാൻ മറ്റുള്ളവരെ പറയുന്നു, അത്ര തന്നെ. എൻ്റെ കേസ് തന്നെ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യത്തിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ഇൻസെക്യൂരിറ്റീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ലായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കാരണം എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റൊരാളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? എന്നെക്കൊണ്ട് കഴിയില്ല. നമ്മളൊരു റിലേഷനിലായാലും എൻ്റെ മൈൻഡിൽ ആ ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടാവും. അത് ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ മേ ബി എഫക്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് നിൻ്റെ മുന്നിൽ ആക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയില്ല എന്തൊക്കെയാണ് ഞാൻ പറയുന്നതെന്ന്. നിന്റെ പേടിയൊക്കെ എനിക്ക് മനസ്സിലാവും. നമ്മുടെ പാർട്ട്ണറായിട്ട് വരുന്ന ആള് നമ്മുടെ ഈ ഇൻസെക്യൂരിറ്റീസ് ഒന്നും മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇൻസെക്യൂരിറ്റീസ് പെട്ടെന്ന് ഒരു ദിവസം മാറുന്നൊരു സംഭവം ഒന്നുമല്ലല്ലോ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ചില ഇൻസെക്യൂരിറ്റീസ് മരിക്കോളം ഉള്ളിൽ തന്നെ കാണും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇൻസെക്യൂരിറ്റീസ് ഇല്ലാത്ത മനുഷ്യർ കുറവായിരിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് പോലും അത് മാറ്റാൻ പറ്റിയിട്ടില്ല. അപ്പം മറ്റൊരാൾക്ക് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കാനോ? പക്ഷേ ഒരു കാര്യം അറിയാം, നമുക്ക് എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അത് ഓൾട്ടർനേറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളെ തന്നെയാണ്, നമ്മുടെ മാനസികാവസ്ഥയാണ്. അപ്പോൾ നീ സ്വയം നിന്നെ തന്നെ വെറുത്താ ദർ ഇസ് നോ വേ ബാക്ക്. അങ്ങനെ ആയാൽ തന്നെ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. നമ്മളാരും ജനിച്ച് വീഴുമ്പോൾ തന്നെ ഈ ഇൻസെക്യൂരിറ്റീസും കൊണ്ടൊന്നല്ല വരുന്നത്. നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ, അവരുടെ കുത്തുവാക്കുകൾ, തമാശയ്ക്ക് പറയുന്ന ഇതേപോലത്തെ കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ മൈൻഡിലേക്ക് ഈ ഇൻസെക്യൂരിറ്റീസ് ഇൻജക്റ്റ് ആവുന്നത്. ഈ ഇൻസെക്യൂരിറ്റീസ് ഒന്നും നമുക്ക് രാത്രിക്ക് രാത്രി മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല. അത് ഈ ലൈഫ് ലോങ് കാണും. കാരണം നമ്മൾ ജീവിക്കുന്ന തന്നെ ഒരു ജഡ്ജ്മെന്റൽ സൊസൈറ്റിയിലാണ്. നമ്മളെ കുറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനും ആൾക്കാർ ചുറ്റിലുമുണ്ട്. നീ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങളെ വരെ എന്തൊക്കെയാ കമന്റ് ബോക്സിൽ പറയുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? അവർ ജസ്റ്റ് അവരുടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അവിടെ കമന്റ് ഇട്ട് പോകുന്നു. ഭാവിയിൽ ആ കൊച്ചത്ത് വല്ലതും കണ്ടു കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് അവർക്കല്ലല്ലോ, കുട്ടികൾക്കല്ലേ. ഓരോന്നും വായി തോന്നി വിളിച്ച് പറഞ്ഞു പോകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിൽ എത്രത്തോളം അത് എഫക്ട് ചെയ്യുന്ന ആരും മനസ്സിലാക്കുന്നില്ല. ഭാവിയിൽ നീ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, ഞാനാണെങ്കിലും ബാക്കി എല്ലാവരാണെങ്കിലും. പക്ഷെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നീ സ്വയം വെറുക്കാതിരിക്കുക. അതേ എനിക്ക് നിന്നോട് പറയാൻ പറ്റൂ. ലവ് യു സർ. താങ്ക്സ് സൃഷ്ടി. ഐ റിയലി വാണ്ടഡ് ദിസ് കോൺവെർസേഷൻ വിത്ത് യു. ഐ നോ. പിന്നെ നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഐ ഫെൽ സോ കംഫർട്ടബിൾ. എനിക്ക് എന്ത് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോണിൽ നമ്മളെത്തി. ഇക്കാര്യങ്ങളൊക്കെ നിൻ്റെ അടുത്ത് പറയണം, ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ. സോ ഐ തോട്ട് വൈ നോട്ട് ഹാവ് എ നൈസ് കോൺവെർസേഷൻ ആൻഡ് എൻഡ് ദിസ്. ഐ ആം ഓൾവേസ് ഹിയർ ഫോർ യു. കോളേജ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സെറ്റായോ? ആര്? ഇവരോ? വംശി, ഞാൻ നിന്നെ ശരിയാക്കും. ഞങ്ങൾ സെറ്റായിട്ടൊന്നുമില്ല എൻ്റെ പൊന്നോ. എടാ എടാ ഐസ്ക്രീം തീർന്നു, മേ വന്നേ. ദിവസങ്ങൾ മാസങ്ങൾക്കും മാസങ്ങൾ വർഷങ്ങൾക്കും വഴിമാറി. ക്യാമ്പസിന്റെ പടികൾ ഇറങ്ങിയതോടെ എല്ലാവരും അവരവരുടെ ജീവിതങ്ങളിലേക്ക് ചേക്കേറി. വർഷങ്ങൾക്കിപ്പുറം നഗരത്തിൽ ഒരു ആർട്ട് ഗാലറി. ലോകത്തിലെ പല ദിക്കുകളിൽ നിന്നുമുള്ള ആർട്ട് പീസുകൾ അവിടുത്തെ ചുമരുകളുടെ മാറ്റു കൂട്ടുന്നു.
ചുമരുകളിലെ ചിത്രം കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് അല്പം മാറി ഒരു വലിയ ക്യാൻവാസിന് മുന്നിൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ആൾ അവളുടെ കണ്ണിൽ പെട്ടത്. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കിയതും ഇരുവരുടെയും കണ്ണുകൾ ഉടക്കിയതും ഒരേ നിമിഷമായിരുന്നു. പണ്ടത്തെ കോളേജ് പയ്യനിൽ നിന്നും അവൻ ഒരുപാട് മാറിപ്പോയി എന്നവൾക്ക് തോന്നി. ഒരുപാട് മാറിപ്പോയി കൊച്ചേ നീ. ആണോ? ചിലപ്പോ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയതുകൊണ്ടാവാം. That really nice to know. എന്നാ ഒരു കോഫി കുടിക്കാൻ പോയാലോ? ക്രിസ്റ്റി, ആർ യു ആസ്കിംഗ് ഫോർ എ ഡേറ്റ്? I guess so. ഞാൻ മാരീഡ് ആണോന്ന് പോലും ചോദിക്കുന്നില്ലേ? I know you are not married. ഞാൻ തന്നെ അന്ന് മാത്രമല്ല ഇപ്പോഴും സ്റ്റോക്ക് ചെയ്യുന്നുണ്ടല്ലോ. എന്നാ ഡേറ്റിന് അല്ല കോഫി കുടിക്കാൻ പോയാലോ? മേ ബി കോൺഫിഡൻറ്റ് isn't looking in the mirror, loving everything you see. Maybe it's finally believing that you deserve to be loved, even on the days you don't. കീറി മുറിച്ച് നെഞ്ചു പിളർത്തി കാണണമോ എൻ സ്നേഹം അലറി വിളിച്ച് നാലാൾ കേൾക്കെ പറയണമോ എൻ സ്നേഹം ഈ ദേഹം മുഴുവൻ പബ്ലിക് നാനക്കെ ഒരു നിമിഷം പിന്നെ പബ്ലിക് റോമാൻസ്